നമ്മൾ ഓർക്കും സഹതാപം കൊണ്ട് നോക്കിയതായിരിക്കും. അല്ല, ആ കുരിശിൽ യേശുവിന്റെ തല തൊട്ട് പാദം വരെ ഒഴുകിയ രക്തം ആ കുരിശിൽ കിടപ്പാണ്. നോക്കുമ്പോൾ വേണ്ട അല്ലെങ്കിൽ ഒരുവൻ ക്രൂശിലും അല്ലെങ്കിൽ അല്പസമയത്തേക്ക് എന്റെ ഭാരം ഒരുവൻ ഏറ്റെടുത്തല്ലോ എന്ന് ചിന്തിച്ചല്ല യേശു അവനെ തിരിഞ്ഞു നോക്കിയത്. എന്നോട് ആത്മവർഷങ്ങൾക്ക് പുറകിൽ പറഞ്ഞൊരു കാര്യമാണ്. യേശു തിരിഞ്ഞു നോക്കിയത് വേണ്ട സകല മാനവകുലത്തിന്റെയും പാപത്തിനും ശാപത്തിനും രോഗത്തിനും പരിഹാരമായി തീർക്കുന്ന എന്റെ രക്തം ഇതാ ആ ക്രൂശിൽ നിന്ന് ഇവൻ അത് അടിയെ ചുമക്കുമ്പോ അവന്റെ തലയിലേക്ക് ഒഴുകി വരികയാണ്. ചുമന്ന ക്രൂശ് ചുമന്ന അവന്റെ അലിയ പാരമ്പര്യമായി നിന്ന ആ ഗോത്രത്തിന്റെ ഭാവം, ആ പാരമ്പര്യത്തിന്റെ ഭാവം, പാരമ്പര്യത്തിന്റെ ശാപം ഒറ്റ നിമിഷം കൊണ്ട് യേശു നോക്കിയത് അവൻ തന്നെ സഹായിക്കാൻ വന്ന ഒരു സാധാരണപ്പെട്ടവനല്ല, ലൈവായി ഒഴുകിയ ഒരു ബ്ലഡ്. അവന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു ബ്ലഡ് ഇതാ ഒരുവന്റെ തലയിലേക്ക് ഒഴുകി വരികയാണ്. ഇന്ന് പണക്കാരൻ അലിയ അല്പത്തിൽ വിശ്വസ്തനായ അക്രയക്കാരനായ ശിവനെ ദൈവം മാനിച്ചെങ്കിൽ, അവന്റെ കുടുംബക്കാരെ തലമുറകളെ ദൈവം മാനിച്ചെങ്കിൽ, ഇവിടെ അല്പത്തിൽ വിശ്വസ്തനായ ആരെല്ലാം ഉണ്ടോ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ദൈവം മാനിക്കുമെന്ന് ആത്മാവ് പറയുന്നു. ഈ രക്തം ദോഷമായി സംസാരിക്കത്തില്ല, ഈ രക്തം ഗുണമായി സംസാരിക്കുന്നു. ആ രക്തം കൊടുത്താണ് സഭയെ പുറത്തെടുത്തത്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ വിശ്വാസത്തോടെ തുടരുന്ന ആരെല്ലാമെന്നോ നിങ്ങളൊരു അനുഗ്രഹമായി. വലിയ വാഗ്ദത്തം നിറവേറ്റാമെന്ന് പറഞ്ഞവൻ ഇവിടെയുള്ളത് നിറവേറ്റും. ക്രിസ്തുവിൽ മറിഞ്ഞ് ക്രിസ്തുവിൽ നയിക്കപ്പെടുന്ന നിലവാരത്തിൽ തുടരുമ്പോൾ ഇനി ഞാനല്ല ക്രിസ്തു എന്ന വെളിപ്പാട് ചോപ്പ് മുതൽ ബോട്ടം വരെ അസ്ഥിമജ്ജ മാംസങ്ങളിൽ നാഡീ ഞരമ്പുകളിൽ പിടിക്കപ്പെടും. ആമേൻ, ആമേൻ. പ്രായത്തിന്റെ ആധിക്യത്തിനപ്പുറം അങ്ങനെയാണെങ്കിൽ കാലേബ് പറഞ്ഞതുപോലെ തന്നെ പറയും, ഇപ്പോഴും ചിലതൊക്കെ വെട്ടിപ്പിടിക്കുവാൻ, ഇപ്പോഴും ചിലതൊക്കെ കൈവശമാക്കുവാൻ അന്ന് ഇറങ്ങിയതുപോലെ ഒരു ബലം എൻ്റെ മേലുണ്ട്. ആമേൻ, 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 ആമേൻ. പ്രായം പറയും നടക്കത്തില്ല എന്ന വാർത്തത്വം പറയും നടക്കും. ആമേൻ, ആമേൻ. പ്രായം പറയും നടക്കത്തില്ല എന്ന അഭിഷേകം പറയും നടക്കും. വലിയ സകല മനുഷ്യരുടെയും സീതകമുണ്ടായെന്ന് പറയുന്ന 80-ആം വയസ്സിൽ അതിന്റെ ലക്ഷക്കണക്കിന് ജനത്തിന്റെ ഉദ്ധാരകനായി ഉപയോഗിച്ച മോശയെ ഉപയോഗിച്ചതുപോലെ പ്രായത്തെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു അഭിഷേകം ഈ 27-ാമത്തെ ആനിവേഴ്സറി ദിവസത്തിൽ ഈ ശബ്ദപരിധിക്കകത്ത് ആരൊക്കെ ശ്രമിക്കുന്നു, നിങ്ങളുടെ പ്രായം ഏത് തന്നെയാണെങ്കിലും ശ്രദ്ധിക്കൂ, പുതിയ പക്ഷെ ഇത് നമ്മുടെ അകത്ത് ഡൗൺലോഡായി തുടരണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ട് തുടർന്നാൽ മാത്രമേ ഈ കേട്ടതിനൊത്തവണ്ണം നമ്മൾ ബലപ്പെട്ട് തുടരുന്നു. ഇല്ലെങ്കിൽ ആ സമയത്ത് ആമേൻ പറയും, സ്വത്രം പറയും, പിന്നീട് സിറ്റുവേഷനുകൾ കൊണ്ട് പഴയ മനുഷ്യന്റെ ഇൻഫർമേഷൻ നമ്മുടെ അകത്തു തന്നെ വരുന്ന ചില ചിന്തകളുണ്ട്. അതിൽ നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ കേട്ട ദൈവശബ്ദത്തിനൊത്തവണ്ണം ദൈവാത്മാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം ഉള്ളത് കണ്ടു തുടർന്നാൽ, കേട്ടു തുടർന്നാൽ, അങ്ങനെയുള്ള കുടിവരവുകളുടെ അകത്ത് ഇരുന്നും വീണ്ടും നടന്നും തുടർന്നാൽ ആമേൻ, ആമേൻ, ധ്യാനത്തിങ്കൽ തീ കത്തുന്നത് പോലെ ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ തുടരുന്ന ആരെല്ലാം ഉണ്ടോ ആരെല്ലാം നിങ്ങളോട് പറയുക, പിശാചിന് നിങ്ങളോടല്ല, നമുക്ക് അവനോട് പോരാടാം. ആമേൻ, ആമേൻ. അവൻ വാഴ, നമ്മൾ തലയ. ആമേൻ. യഹൂദ ഗോത്രത്തിന്റെ സിംഹം വിശ്വസിക്കുന്നവൻ അകത്തുണ്ട്. അവൻ സിംഹം പോലെ, സിംഹമല്ല. ആമേൻ. കൊച്ചുകുഞ്ഞുങ്ങളെ കളിപ്പിക്കാം, സിംഹമാണെന്നൊക്കെ പറയും. പക്ഷെ മെച്യൂരിറ്റിയിൽ എത്തുന്നതിനനുസരിച്ച് അവനെ ഓടിക്കും. അവൻ ക്രിസ്തുവിന്റെ തലയോളം വരെ വിളിക്കപ്പെട്ടവൻ. കൊച്ചുകുഞ്ഞുങ്ങളെ ആർക്ക് ഏത് കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാം. പക്ഷെ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് അപ്പൻ ആരാണെന്നുള്ള ബോധ്യം അകത്തോട്ടങ്ങോട്ട് ഇറങ്ങും. ഇന്ന് പലകാലം മറ്റാരെ അറിയുന്നതിനപ്പുറം, മറ്റാരെ രുചിച്ചറിയുന്നതിനപ്പുറം പറയുന്നത് പോലെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നത് തുടർന്നാൽ, യേശുവിലേക്ക് മാത്രം നിങ്ങളുടെ ഫോക്കസ് പോയാൽ നിങ്ങൾ രക്ഷിക്കത്തില്ല. ഈ 4 കൂട്ടരിലൂടെയാണ് വാഗ്ദത്തമുള്ള സഭയ്ക്ക് അല്ലെങ്കിൽ
വാഴ്ചകളിൽ പിടിക്കപ്പെട്ടവരും അന്ധകാര ലോകത്തിൽ നിന്ന് പുറത്തോട്ട ദുഷ്ടാത്മ സേനയോട് ഇവിടെയൊക്കെ സ്വാധീന വലയത്തിൽ പെടുന്ന അല്ലെങ്കിൽ അവരിൽ നയിക്കപ്പെടുന്ന വ്യക്തികളും ഇവരോടാ അഭിഷേകത്തിൽ നയിക്കപ്പെടുന്നവർക്ക് പോരാട്ടം. ആമേൻ. അഭിഷേകം എല്ലാവരുടെ മേലുമുണ്ട്. ആമേൻ 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 ആമേൻ. ഈ അഭിഷേകം എല്ലാവർക്കും ഉള്ളപ്പോൾ തന്നെ അധികാരത്തിൽ വ്യത്യാസമുണ്ട്. അഭിഷേകം അധികാരമായി വിളിക്കണം. ജനിക്കപ്പെട്ടപ്പോഴേ നാം അഭിഷേകം ചെയ്യപ്പെട്ടത്. പക്ഷെ അധികാരം തിരിച്ചറിയുന്നത് ഒരു വയസ്സിലല്ല, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്. ആമേൻ 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 ആമേൻ. അഭ്യാസം, ഇന്ദ്രിയങ്ങൾക്ക് അഭ്യാസം പെരുമാറും വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അല്ലെങ്കിൽ പാലാർക്കും കുടിക്കാം. പിന്നത്തേതിൽ കനമേറിയ മാംസതളങ്ങളായ വെളിപ്പാടുകൾ ഭക്ഷിക്കുന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സർവായുധ വർഗം ധരിച്ചൊരു പോരാളിയെ പോലെ നിന്റെ ഫിസിക്കലായുള്ള അപ്പിയറൻസിനപ്പുറം, എന്റെ ഫിസിക്കലായുള്ള അപ്പിയറൻസിനപ്പുറം ക്രിസ്തുവിൽ ഞാൻ ആരാണ്, സർവായുധ വർഗം ധരിച്ചൊരു പടയാളിയാണെന്നോ എന്റെ കൂടെ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ദൈവദൂതന്മാരുണ്ടെന്ന് തിരിച്ചറിയുമ്പോ ജെറിക്കോയിൽ മണ്ഡലങ്ങളിൽ നിന്നെ പഴിച്ചാട്ടുന്ന സ്വാധീനങ്ങൾ ഇല്ലാതെ നിന്റെ കുടുംബത്തെ വിട്ടുപോകും. സമയത്തെക്കുറിച്ച് ഇത്രയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ സഭയാണ്, അപ്പോൾ തന്നെ ഒരു പ്രാദേശിക സഭയുടെ ഭാഗമാണ്. സഭയുടെ ഭാഗമാണ്. രക്ഷിക്കപ്പെടണം, സ്ഥാനപ്പെടണം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം, വിശുദ്ധിയിൽ വളരുവാൻ പരിശുദ്ധമാവരെ ഏൽപ്പിക്കണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന നിലവാരത്തിൽ വചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഇതെല്ലാം വ്യക്തിപരമായ തീരുമാനം. രക്ഷയസ്നാനം ഒരിക്കലായിട്ടാണ്. പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും നമ്മുടെ അകത്ത് തന്നെ രൂപം കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ കിടക്കുന്ന സങ്കല്പങ്ങളും കോട്ടകളും പൊട്ടുന്നതിനനുസരിച്ചാണ്. സങ്കല്പങ്ങളും കോട്ടകളും പൊട്ടണമെങ്കിൽ അകത്ത് ലോഗോസായ വചനം റേമയായി മാറും. തിരുവചനത്തിന്റെ വെളിപ്പാടുകൾക്ക് മാത്രമേ നമ്മളെ പ്രകാശനത്തിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ. ആമേൻ. ആ പ്രകാശനം എത്രമാത്രം ലഭിക്കുന്നോ അത്രമാത്രം നമ്മൾ ശക്തരായിരിക്കും. പൂച്ചുവിലങ്ങുകളും ചങ്ങലകളും ചമ്മട്ടികളും കണ്ട് ആദിമകാല പിതാക്കന്മാർ ഭയപ്പെടാത്തതിന് കാരണം അവർ ഒരുവനെ കണ്ടതുകൊണ്ട്. തന്റെ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ തൊട്ടവനും ഞങ്ങൾ തൊട്ടവനും ഞങ്ങൾ കണ്ടവനുമായ ജീവന്റെ വചനം. അവനവൻ അതുപോലെ നമുക്ക് തൊടാനും കാണാനും ആത്മാവിൽ പറ്റും. ഈ പുറമെയുള്ള കണ്ണുകൾക്ക് ദൂരപരിധിയുണ്ട്. എന്നാൽ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമുക്ക് ലഭിക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി തുറക്കപ്പെട്ടതൊന്നും പ്രകാശിക്കപ്പെടാനും നിങ്ങൾ ആഗ്രഹിച്ച അൺസീൻ വേയിൽ നിന്നുകൊണ്ട് വ്യക്തികളിലൂടെ നിങ്ങൾക്കെതിരെ പോരാടുന്ന മണ്ഡലങ്ങളെ സഭയ്ക്കൊരു ജയമുണ്ട്, നിനക്കൊരു ജയമുണ്ട്. ക്ഷണിക്കുന്ന കാര്യങ്ങൾക്ക് മുഖാന്തരമായ വ്യക്തിയിലൂടെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്നു മുതൽ ഒരു ജയം നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പിക്കുക. ഇന്നു മുതൽ ഒരു ജയം ഉണ്ടായി. അതിന്റെ മേലൊക്കെയും പൂർണ്ണമായ ഒരു വാഴ്ച ഇന്നു മുതൽ നടത്താൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ഇന്നു മുതൽ അതിനായി ഏൽപ്പിക്കുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമായി മാറും. അപ്പൊ നമുക്ക് പോരാട്ടം സാധാരണപ്പെട്ട മനുഷ്യരോടല്ല, അല്ലെങ്കിൽ സാധാരണപ്പെട്ടവരാകട്ടെ മറ്റുള്ളവരാകട്ടെ അവർ വ്യാപരിക്കുന്നതിനോട്. ആ വ്യാപരിക്കുന്നതിനെ നമുക്ക് ജയിക്കാൻ പറ്റും. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സായി അഥവാ ക്രിസ്തുവിന്റെ വെളിപ്പാടുള്ളവർ ഉണ്ടെന്ന് ഈ പട്ടണം അറിയണം. നിങ്ങളെ കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുപേര് വെച്ചും നിങ്ങളുടെ പേര് വെച്ചുമായിരിക്കും ഇതുവരെ ആളുകൾ കണ്ടത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുള്ള ചിലര് പട്ടണത്തിൽ ഉണ്ടെന്ന്. കിങ്ഡം ഓഫ് ഗോഡിന്റെ വെളിപ്പാടുള്ള ചിലർ ഈ പട്ടണത്തിൽ ഉണ്ടെന്ന്. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ വെളിപ്പാടുള്ള ചിലർ ഈ പട്ടണത്തിൽ ഉണ്ടെന്ന് അറിയണം. അവർ പറയുന്നത് നീ ഇന്നാളിന്റെ മോനല്ലേ, ഹല്ലേലൂയ, അത് രക്ഷിക്കപ്പെട്ടു സ്ഥാനപ്പെട്ടു നിങ്ങളെ അറിയാം. അവർക്കറിയാത്ത ഒന്നെങ്കിൽ ഈ പട്ടണം അറിയാം. ഒരുപാട് 1000-1500 നേടുന്ന നിലവാരത്തിൽ ഈ പട്ടണത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആ വാണു എന്ന് പറയുന്ന
സഭയെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ വായിപ്പിക്കാത്തൊരു സ്പിരിറ്റ് ഉണ്ട്. ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ ഉള്ളവരിൽ ആശയക്കുഴപ്പം കൊണ്ടുവന്ന് ലീഡർഷിപ്പിന് നേരെ സംസാരിച്ച് നാലായിട്ട് ചിതറിക്കാൻ ശ്രമിച്ച സ്പിരിറ്റ് ഈ പട്ടണത്തിന്റെ വ്യാപാരമാണ്. ഇവിടെ വാണു എന്ന് പറഞ്ഞ പലരും വീണു. എന്നിട്ടും സഭ എന്നും നിൽക്കാൻ അവന്റെ മനോഭാവം അവനെ പ്രിയ ശിഷ്യനാക്കി. അപ്പന്റെ ഹാർട്ടിനോട് അവൻ ചേർത്ത്, അപ്പന്റെ മാറോട് അവൻ ചേർത്ത്. ഇവന് പരാതി വരത്തില്ല. അപ്പന്റെ ഹാർട്ട് അറിയുന്നവൻ അറിയാം അപ്പൻ ചെയ്യുന്നത് നന്മയ്ക്കായും. അമ്മേ, നമ്മൾ ശിഷ്യരായ പോരാ, പ്രിയ ശിഷ്യരാണ്. നമ്മൾ മക്കളായ പോരാ, പ്രിയ മക്കളാണ്. ഈ അപ്പന്റെ ഹാർട്ട് അഥവാ ബ്ലൂ പ്രിന്റ് അതുപോലെ ഈ മാറോട് ചേർന്നവനെ കിട്ടുന്നു. മാളികമുറിയിൽ അവൻ എഴുന്നേറ്റില്ല, വീട്ടിലായിരുന്നില്ല, അവന് പരാതിയില്ല. പക്ഷേ സുവിശേഷങ്ങൾ പലരും കൂടെ ആത്മാവ് എഴുതിപ്പിച്ചു. യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു. ലേഖനങ്ങളും പലരെ കൊണ്ട് ആത്മാവ് എഴുതിപ്പിച്ചു. യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു. പക്ഷെ മാറോട് ചേർന്ന് കിടന്നവനിലൂടെ സുവിശേഷങ്ങളും ലേഖനങ്ങളും വെളിപ്പാടും ആത്മാവ് എഴുതിപ്പിച്ചു. ദൈവം മറന്നു കളയാൻ മനുഷ്യനല്ലെന്ന് ആത്മാവ് ചിലരോട് പറയാൻ. മറന്നു കളയാൻ ദൈവം മനുഷ്യനല്ല, മറന്നു കളയുന്നില്ല. ഈ അച്ഛനോട് ആത്മാവ് പറയുന്നു, അങ്ങനെ വെച്ച മറന്നു കളയാൻ ദൈവം മനുഷ്യനല്ല. നടക്കുന്നത് ദൈവം കാണും. നടന്ന് അറിയാം. ഏത് കാര്യത്തിന്റെ അകത്തും നിങ്ങളുടെ നടപ്പ് ദൈവം കാണുന്നു. എല്ലാം ഉണ്ടായിട്ടല്ല, പക്ഷേ ദൈവത്തിന്റെ കൃപയുണ്ട്. ചില കാര്യങ്ങൾക്ക് മറുപടി വരും. എന്നെ കൂടെ ഇവിടെ ഫാമിലിയിൽ ആരും കൂടെ ഉണ്ടോ? കയറ്റമുള്ള ഒരു സ്ഥലത്ത് ഒരു വീഡിയോ ആ സ്ഥലത്തുനിന്നാണോ വരുന്നത്? അങ്ങനെ പൊക്കമുള്ള സ്ഥലമാണോ? ആ പൊക്കമുള്ള സ്ഥലത്തുനിന്ന് വരുന്ന അച്ചായൻ ഒരു വിഷമം പരിഹരിക്കും. മോന്റെ വിഷയത്തിന് വിശ്വാസത്തിൽ എവിടെയോ ഒരു സ്റ്റക്കായി അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും തൊടേണ്ട പോലെ തൊടുന്ന ഒരു പ്രവർത്തനം മോന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തി ഉണ്ടാകും. ചെറിയ കാര്യം ചെറിയ ബിസിനസ്സും ഒക്കെ ആയി നിന്ന് പോകേണ്ടിടത്തുനിന്ന് ദൈവം വലിച്ച് ആത്മനിയോഗത്തോടെ പരിശുദ്ധ കുടുംബത്തെ മുഴുവൻ 2022 മകളോടുള്ള ബന്ധത്തിൽ ഒരു ബ്രേക്ക് ത്രൂവിന്റെ വർഷമായി. മരുഭൂമിയിൽ അല്ലെ എങ്ങനെ കൃത്യമായി ഇടപെടുമെന്ന് പറഞ്ഞ് അവർക്ക് ദൈവം ഒരു ദൈവപ്രവർത്തിയുടെ ചാല് തുറന്ന വർഷം 2022. ചില തടസ്സങ്ങൾ മാറി ഫെയ്ത്ത്ഫുൾ ആകുവാൻ വിളിക്കപ്പെട്ടവർക്ക് എങ്ങനെയാണോ ഒരു മിറാക്കിൾ ദൈവം ഒരുക്കിയത്, അതാണ് കുടുംബത്തിൽപ്പെട്ട ചിലതിന് വേണ്ടി ദൈവം തുറന്നത്. പറയുന്നു, ഒന്നിൽ മാത്രം തീരത്തില്ല, അടുത്തതിനെ തൊടുന്നൊരു പ്രവൃത്തിയെ ഭയങ്കര കുക്ക് ചെയ്യുന്ന ആൾ, ഭയങ്കര ടേസ്റ്റ് ആഹാരം ഉണ്ടാക്കുന്ന ആൾ. ഉള്ളതിലും ഇല്ലായ്മയിലും വെച്ച്
വിളമ്പുന്നത് ആത്മാവ് കാണിക്കുന്നു. അമേ 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 എരിവ് അല്പം കൂടുതലുണ്ട് പലതിലും. ഹല്ലേലൂയ. അങ്ങനെയുള്ള കറി വെക്കുന്ന ആളാണ്. ജീവിതത്തിന്റെ അകത്തും എരിവുണ്ട്. പല മേഖലകളുടെ ഇങ്ങനെ നിൽക്കാൻ കാരണം ദൈവ വചനത്തിന്റെ അകത്തുള്ളൊരു ധൈര്യമാണ്. പറയുന്നതിനെ തൊട്ടിരിക്കും, ദൈവപ്രവൃത്തി നടന്നിരിക്കും. നമുക്കാണ് പോരാ. ശത്രുവിന്റെ രൂപേണ ആയിരിക്കത്തില്ല പിശാച് മിക്കവാറും വരുന്നത്, മറ്റു പലരുടെ രൂപേണയാണ്. ശത്രുവിനെ നമുക്ക് എവിടെ നിന്ന് അറിയാം? പൂരേനെ അറിയാം. ആ സഹോദരി, ആ സഹോദരൻ, അവരെ സഹോദരൻ സഹോദരൻ നമ്മൾ വിളിക്കാറില്ല, ശത്രുവാണ്. അവരിലൂടെ എന്ത് വന്നാലും എന്ത് വരത്തില്ല, പ്രയാസം തരത്തില്ല. അല്ലാത്തവരിലൂടെ അവൻ സ്നേഹിതൻ ആരാണെന്നുള്ളത് ഹല്ലേലൂയ നല്ല ശമരിയക്കാരനെ കണ്ടാണ്. വീണ് കിടക്കുമ്പോൾ അവൻ വരും. അല്ലാത്തപ്പം വരത്തില്ലെന്നല്ല. ഹല്ലേലൂയ. ആര് പോയാലും ശമരിയക്കാരൻ പോകത്തില്ല. അത് യേശു. കൈക്ക് പിടിക്കുന്നവൻ, ഹല്ലേലൂയ, എല്ലാം ഓക്കെ ആകുമ്പോൾ പിടിക്കുന്നവനല്ല ശമരിയക്കാരൻ. ഹല്ലേലൂയ. ഒറ്റപ്പിടിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ മോശയുടെ കൈ പൊക്കി നിർത്തുന്നത് പോലെ ദൈവത്തിലെ കാണുന്നത്. പോരാട്ടം നമുക്കാ ഉള്ളത്, പിശാചിനല്ല. അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുക. ഇന്ത്യയുമായി ചില രാജ്യങ്ങൾ ശത്രുതയിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പേര് ഞാൻ പറയുന്നില്ല. അവന്റെ പ്ലാൻ അറിഞ്ഞ് അവൻ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ പ്ലാൻ തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് ചെയ്യുമ്പോഴേ അവൻ ഫിനിഷായി. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. പ്ലാനിങ് മുൻകൂട്ടി അറിയിക്കുന്നത് അവന്റെ ടെറിറ്റോറിയിൽ അടി കൊടുക്കാൻ. പിന്നെ അവന് ബ്രാഞ്ച് ഓഫീസേ ഉള്ളൂ. അവന്റെ ഹെഡ് ഓഫീസ് ഓൾറെഡി കർത്താവൊന്നും തകർത്തു മാറ്റിയത്. ഇപ്പം ബ്രാഞ്ച് ഓഫീസ് ഇട്ടുകൊണ്ടാണ് പേടിപ്പിക്കുന്നത്. ഇപ്പം തീർത്തു കളയുമെന്ന്. ഹല്ലേലൂയ. ബ്രാഞ്ച് ഓഫീസേ ഉള്ളൂ, ഓൾറെഡി ഹെഡ് ഓഫീസ് പോയി. ഹല്ലേലൂയ. നിങ്ങളാണ് ഹെഡ് ഓഫീസ്. ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അധികാരികൾ നിങ്ങളാണ്. നിങ്ങളാണ് സഭ ജയിക്കും, ജയിക്കും, ജയിക്കും. ഹല്ലേലൂയ. അപ്പോ 3 കാര്യങ്ങളാണ് അതിലൊന്നാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭയെ കുറിച്ച്. സഭയുടെ ഭാഗമായാൽ സഭയുടെ നാഥൻ സഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കും. ആർക്കേലും വേണ്ടി ഹല്ലേലൂയ. സഭയുടെ നാഥൻ അഥവാ തലയാകുന്ന കർത്താവ് എഴുന്നേൽക്കത്തില്ല. തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയേ കർത്താവ് എഴുന്നേൽക്കത്തുള്ളൂ. തന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകാൻ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്തൃത്വം വിട്ടുകൊടുക്കാം. കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെടണം. ഇതെല്ലാം വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതേലും ഒരു വിഭാഗത്തിനോട് ചേരാനല്ല സ്നാനം, കർത്താവിനോട് ചേരാൻ. കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ടവർ ജീവന്റെ പുതുക്കത്തിൽ നടക്കും. പഴയതിനോട് ഗുഡ് ബൈ പറയും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടായി തീരുവാൻ, വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വാക്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓടും. ആർക്ക് വേണ്ടി ഓടും? കർത്താവിന് വേണ്ടി ഓടും. കർത്താവിന് വേണ്ടി ഓടുമ്പോൾ കർത്താവിനെ നോക്കി ഓടിയാൽ പാട്ട് തെറ്റത്തില്ല. ആരെ നോക്കരുത്? കർത്താവിനെ നോക്കുക. മുമ്പേ ഓടിയ ഓട്ടം തികച്ചവരെ നോക്കുക. അത് തന്നെയാണല്ലോ എബ്രായലേഖനം 12:1 പറയുന്നത്. ആകയാൽ സാക്ഷികൾ എത്ര സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടുന്ന പാപം വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ കൺസിസ്റ്റന്റ് ആയി ഓടുക. വേഗതയോടെ ഓടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ട്രാക്ക് മാറാതെ ഓടുക, കൺസിസ്റ്റന്റ് ആയി ഓടുക. അതിന് ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ നോക്കുക. ഇത് അന്ത്യകാലം. യേശുവിനെ നോക്കുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധന്മാരാൽ നയിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെടുന്നവർക്ക് മാത്രമേ വഴിമാറിപ്പോകാതെ നിലനിൽക്കാൻ കഴിയൂ. ചില നാളുകൾക്ക് പുറകിൽ എൻ്റെ ഒരു സ്നേഹിതൻ പണ്ടൊക്കെ മറുപടി പടാന്നായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഡിലേ. ഞാൻ പറഞ്ഞു ചിലപ്പോൾ 25 വർഷം കൂടെ കഴിഞ്ഞ്
കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇനിയും ഡിലേയാണ്. മനസ്സിലായോ? 25 വർഷം നമ്മൾ എന്റെ സ്നേഹിതനോട് പറഞ്ഞൊരു വാക്ക്, അതായത് 25 വർഷം കഴിഞ്ഞിട്ടും കർത്താവ് വന്നില്ലെങ്കിൽ പിന്നെ ഡിലേ ആവും. എന്താന്ന് വെച്ചാൽ കർത്താവിന്റെ വരവ് അടുക്കുന്നു, അനേകരുടെ വിശ്വാസം തണുക്കുന്നു. കാരണം അവർ പ്രതീക്ഷിക്കുന്നൊന്നും പെട്ടെന്ന് മറുപടി വരാൻ. പക്ഷെ ഫോക്കസ് യേശു ആയവരാരും യേശുവിനോട്ട് പോകുന്നു. ഞാനൊരു വാക്തത്വം കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വാക്തത്വം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. ജോലിയായാലും ബിസിനസ് ആയാലും നമ്മുടെ അനുഗ്രഹമാണെങ്കിലും ഇത് ഈ സാക്ഷ്യത്തിലൂടെ ഒരു 5 പേരെങ്കിലും എന്നുള്ള 50,000 5000 ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സഭയ്ക്കൊക്കെ തവറാണ്. തിരുവല്ലായിരം പല സ്ഥലങ്ങളിലും പറഞ്ഞൊരു കാര്യമാണ്. കടുക് പോലുള്ള ചെറിയ അത്ഭുതങ്ങളെ കടല് പോലെ വിളിച്ചു പറഞ്ഞു. കടുക് പോലുള്ള ചെറിയ അത്ഭുതങ്ങളെ ജീവിതത്തിൽ ദൈവം നടത്തിയതിനെ കടല് പോലെ വിളിച്ചു പറഞ്ഞു. കടല് പോലുള്ള വലിയ പ്രശ്നത്തെ നിങ്ങൾ കടുക് പോലെ കാണണം. മനോഭാവം. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്തുതിക്കുകയും അത് ആഴ്ചയിൽ ഒരാളോണ്ടെങ്കിലും സുവിശേഷം പറയാൻ തക്ക രീതിയിൽ അത് ഏൽപ്പിക്കുകയും ചെയ്തു. ആഴ്ചയിൽ 5 പേരെങ്കിലും സഭയിൽ വന്നുകൊണ്ട് നോക്കുക. പുതിയ ആളെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഏൽപ്പിക്കുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ, അങ്ങനെ തുടരുന്നവരോടും ഇന്ന് ഈ സന്ദേശം കേട്ട് ഏൽപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ സകലരെ നോക്കി പ്രവചിക്കുക. അടുത്ത 17 മാസത്തിനകത്ത് 17 വർഷമായി നടക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഈ സഭയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ആ നടപ്പിന്റെ സ്പീഡ് കുറഞ്ഞത് എവിടെയോ വീണ്ടും കൂടും. സുവിശേഷം പറയുക, ദൈവം നടത്തിയ വിധങ്ങൾ പറയുക. പക്ഷെ ഒരിക്കലും ദൈവം നടത്തിയത് ഓർപ്പിക്കത്തില്ല. ഓർമ്മയുടെ മണ്ഡലത്തിൽ നിന്ന് അത് വെടുത്തു മാറ്റി. ഇപ്പൊ നിന്റെ ജീവിതവത്ത, ഇപ്പൊ നീ ഒരു ബിഗ് സൂറയാ, നിന്റെ മകന്റെ കാര്യം നോക്ക്, മകളുടെ കാര്യം നോക്ക്, നിന്റെ ശരീരത്തിൽ നോക്ക്, എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ടോ, ദൈവം നിന്നെ മറന്നോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ ദൈവം മറന്നോ എന്നൊക്കെ പറയുന്ന ചിന്തകൾ ഉണ്ടാകുന്ന ആ മനോമണ്ഡലത്തോട് പറയണം, എന്റെ ദൈവം ഇന്നലെയും 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 ഇന്നും എന്നും സർവശക്തിയുള്ള ഇതാരും കേൾക്കത്തില്ല. നമ്മുടെ മനസ്സിൽ പറയുന്നതും നമ്മുടെ അകത്ത് രൂപം കൊള്ളുന്നതും നമുക്ക് അറിയത്തുള്ളൂ. അവിടെ വേടൊക്കെ അപ്ലൈ ചെയ്യണം. ചിന്തകളെ ജയിച്ചാൽ അലലിയ അലലിയ അലിയ വാക്കുകളിലും ആക്ഷനുകളിലും മുന്നോട്ടുള്ള പ്രയാണത്തിലും ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം ചെയ്തിട്ട് സുവിശേഷത്തിന്റെ വക്താക്കളാക്കാൻ നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് 27-ാം വർഷം അല്ലെങ്കിൽ ആനിവേഴ്സറി ആയിരിക്കുന്ന ഈ സഭ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ 30-ാം വർഷം പിന്നിടുന്നതിന് മുമ്പ് അലിയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി 3 വർഷത്തിനകത്ത് പട്ടണത്തിന്റെ നടുവിൽ ദൈവം കാണിച്ചു മാനിക്കും. ദർശനത്തിന് പങ്കാളികളായി ഒരു കൂട്ടം പേര് വരിക എന്ന് പറഞ്ഞാൽ അല്ലിയ അല്ലിയ വന്ന് കണ്ടാൽ പോവുകയല്ല, അതിന് കൂടെ നിൽക്കണം. തോളോട് തോൾ ചേർന്ന് നിൽക്കണം. എനിക്കറിയാം, തോളോട് തോൾ ചേർന്ന് കർത്താവിന്റെ അല്ലിയ ദാസനോട് ഈ സഭയിൽപ്പെട്ടവരൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതിനുപരി ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ യോഗം 27-ാം വർഷം എന്ന് പറഞ്ഞ് നടത്താൻ പറ്റും. വഴി വെട്ടി വന്ന വഴിയിലൂടെ നടക്കാൻ എളുപ്പമാണ്. പക്ഷെ വഴിയില്ലാത്തടത്ത് വഴി വെട്ടി തുടങ്ങിയത് പാടായി. മാറുന്ന ഒരു ഓരേവ തമ്പുരാൻ വെളിപ്പെടുത്തിയത് എല്ലാവരും മനസ്സിലായി. എന്നാൽ 40 വർഷത്തെ ബ്രൈക്കറ്റ് പീരീഡും ശൂന്യതയും ആരും കണ്ടില്ല. ഫ്രണ്ട് നിൽക്കുന്ന മോശ എല്ലാവരും കണ്ടു. പക്ഷെ 40 വർഷത്തെ ബ്രൈക്കറ്റ് പീരീഡ് ആരും കണ്ടില്ല. മരുഭൂമിയിൽ ആടുകളെ നയിച്ചുകൊണ്ടുള്ള ആ ട്രയൽസ് ആരും കണ്ടില്ല. പക്ഷെ ദൈവം എല്ലാം നോട്ട് ചെയ്യും. 40 വർഷം ആടുകളെ നയിച്ചുകൊണ്ട് എന്റെ തമ്പുരാൻ മോശയെ പ്രിപ്പയർ ചെയ്യുവാൻ അടുത്ത 40 വർഷം ആളുകളെ നയിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ എല്ലാ പദ്ധതിക്കകത്തും ദൈവം പറയുന്ന എല്ലാ വാക്തത്വങ്ങളകത്തും ദൈവം എല്ലാം നോട്ട് ചെയ്യുന്നു. 27 എന്നുള്ളത്
9-ാം മാസം അതൊരു ഡെലിവറി. ആമേൻ ആമേൻ ആമേൻ. ഒരു കുഞ്ഞ് കൺസീവ് ചെയ്യപ്പെട്ടാൽ ഹല്ലേലൂയ നോർമലായ ഒരു ഡെലിവറി ആണെങ്കിൽ ഹല്ലേലൂയ 9-ാം മാസം അത് ഡെലിവറിയാണ്. അങ്ങനെയാണെങ്കിൽ 27ാമത്തെ ആനിവേഴ്സറി ദിവസത്തിൽ ദൈവാധിപത്യ അഭിഷിക്തനെ ഞാൻ ചില വാഗ്ദത്തങ്ങളെ നിങ്ങൾ കഴിയാതെ ദൈവത്തിന്റെ മഹത്വത്തിനാൽ അത് വീണ്ടും റീഓപ്പൺ ചെയ്യും. തണുത്തുപോയി മരവിച്ച അനുഭവങ്ങൾ ഈ ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ആത്മമണ്ഡലത്തിൽ കിടപ്പുണ്ട്. അമേൻ 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 അമേൻ. വചനവിരുദ്ധമായ കാര്യങ്ങൾ അമേൻ അമേൻ തേടിൽ പൊതിഞ്ഞ അല്ലെ സൈനൈഡ് പോലെ അല്ലെങ്കിൽ നെടുവിൽ പൊതിഞ്ഞ സൈനൈഡ് പോലെ നല്ലതെന്ന് പറഞ്ഞ് പലരും വന്ന് പലതും പറഞ്ഞു പോയി. അതിൻ്റെ അകത്ത് പലർക്കും ആത്മമണ്ഡലത്തിൽ സഭയുടെ കാര്യമല്ല ഈ പട്ടണത്തിൽ കിടപ്പുണ്ട്. മുറിവേറ്റവരും തകർന്നവരും പിന്മേറ്റക്കാരും അനേകം ഈ പട്ടണത്തിൽ കിടക്കെ സഭയിലൂടെ ദൈവം ആദരെ ഉൾപ്പെടെ അകത്തേക്ക് കർത്താവിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു സഭയുണ്ട്. സഭ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വക്താക്കളായി സുവിശേഷത്തിന്റെ ഭാഗമാകുക. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളതിനെ ജയിക്കാൻ നിശ്ചയമായി കഴിയും. ചില വ്യക്തികളിലൂടെ പോരാടുന്നതിനെ അല്ലെങ്കിൽ ശരീരമായി രോഗം വിട്ട് പോരാടുന്നതിനെ വേടക്കൂടെ അപ്ലൈ ചെയ്ത് പറയണം. നിനക്ക് എൻ്റെ മേലെ അവകാശമില്ല, എൻ്റെ തലമുറയുടെ മേലെ അവകാശമില്ല, എൻ്റെ വാക്തത്വങ്ങളുടെ മേലെ അവകാശമില്ല. ഇന്ന് മകനിൽ നിന്ന് കേൾക്കുക മാത്രമല്ല എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തെസ്സലോനിക്ക വിശ്വാസികൾ അവർ കേൾക്കുക മാത്രമല്ല ഞങ്ങൾ പ്രസംഗിച്ച വചനം അവർ കേട്ടു. സാക്ഷാലാകുന്നത് പോലെ അവർ കൈക്കൊണ്ടപ്പോ വിശ്വസിക്കുന്ന അവരുടെ മേൽ അത് വ്യാപരിച്ചു മാത്രമല്ല വിശ്വസിക്കുന്നത് ഉറപ്പിക്കുന്നത് അത് പറയാൻ അല്ല, അത് പറച്ചിലപ്പോൾ അത് കാണാനും അനുഭവിക്കുവാനും വീടുകളിൽ കണ്ടെത്തുന്നതിന്റെ പുറകിൽ എവിടെയോ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ആ കറണ്ടിന്റെ ഉത്പാദനത്തിൽ നിന്ന് ലൈൻ വലിച്ചതുകൊണ്ടാണ്. നിങ്ങൾ കത്തി നിൽക്കാനല്ല, കത്തി നിൽക്കാൻ വേണ്ടി മാത്രമല്ല ട്രാൻസ്ഫോമറുകളാണ് അല്ലെങ്കിൽ കണ്ടിരിക്കുക. ഇരുണ്ടുകൂടിയ ഭവനങ്ങളിൽ ഇരുട്ടുകൂടിയ അവരെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ ഉടുപ്പൂരി ഓരുകൊണ്ടടിച്ചത് ഒന്ന് ഊതിത്തരാൻ പോലും ആളില്ലാതിരിക്കെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. കാരാഗ്രഹത്തിൽ കൊണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ ബന്ധിക്കപ്പെടാത്ത ഒന്നുണ്ടായിരുന്നു, അകമയുള്ള ദൈവത്തോടുള്ള സ്തുതിയും സ്തോത്രവും മനോഭാവവും. അതുകൊണ്ട് അവർ വാതുറന്ന് സ്തുതിച്ചു. ഹല്ലേലൂയ. കൂടുവാണ് ഇങ്ങനെയുള്ള ശ്രീലാസിനോടെ കൂടാവും. ഹല്ലേലൂയ. ചാനൂടെ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള കോലമുള്ള അടിയെല്ലാം കിട്ടി. ഹല്ലേലൂയ. വേദന അങ്ങേയറ്റം നിൽക്കുക. അപ്പൊ തന്നെ അടുത്ത ചങ്ങലയും കൂടെ വരുക. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പുറമേയുള്ള ബന്ധനങ്ങളാൽ പോകുന്നെങ്കിൽ, പുറമേയുള്ള ചില വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിലും അകമേ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വാഗ്ദത്തങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഇന്നും അതിലും വിശ്വസ്തരും വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആദര ഫലമെന്ന സ്തോത്രം നിങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കും. ആദരഫലമെന്ന സ്തോത്രം അർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് അടിസ്ഥാനങ്ങൾ നിങ്ങൾക്ക് വന്ന പ്രശ്നം മറ്റു ചില ആളുകൾക്ക് മറ്റൊരു പേരിലായിരിക്കും വന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു രീതിയിലും പേരിലുമായിരിക്കും വന്നത്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല, നമ്മൾ അതിലൂടെ പോയിട്ടുമില്ല, പോകത്തുമില്ല. എന്തുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ അഥവാ നമ്മളെ ചിലതിലൂടെ നടത്തുന്നു, അനുവദിക്കുന്നു ചോദിച്ചാൽ ആധിപത്യങ്ങളുടെ അടിവേരാക്കാൻ. മനസ്സിലായില്ല? ഇതുവരെ പ്രശ്നം മാറാനാണെങ്കിൽ ആത്മാവ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക. പ്രശ്നം മാറാൻ വേണ്ടി മാത്രമല്ല, ഇനിയും അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാം, അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാം. ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുള്ള നിന്നിലൂടെ, ദൈവസഭയുടെ വെളിപ്പാടുള്ള നിന്നിലൂടെ ആ വിഷയത്തിന്റെ ആധിപത്യം. പട്ടണം ചുമലെടുത്ത അല്ലെങ്കിൽ നിയോം എന്ന ലേവി ഗോത്രം
വിഷയം നിന്റെ മുമ്പിൽ അല്ലെ വഴിമാറി ഒരു വാതിൽ തുറന്നാ പോരാ. ഇനി ഇതുപോലെ പോകുന്നവർക്കെല്ലാം ഒരു വിടുതലിന്റെ വക്താവായി യേശുവിലേക്ക് ഒരു ചൂണ്ടുപലകയാണ്. അല്ല, നീ മാറാൻ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു. വാതിലടഞ്ഞ് നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. വഴിയടഞ്ഞ് നിനക്ക് വേണ്ടി വഴി ദൈവം തുറക്കും. നിന്റെ കണ്ണുനീര്, നിന്റെ വിലാപം നിർത്തലാക്കി ക്രൈസിസുകൾ മാറാൻ ക്രൂശിൽ കിടന്നവനെ ധ്യാനിച്ചാൽ ദൈവമഹത്വത്തിനായി ക്രൈസിസുകൾ മാറും. ഹല്ലേലൂയ. അത് മുമ്പിൽ വരാൻ പല രീതിയിൽ, പക്ഷെ അത് മാറും. അതിനൊരു ജയം നിനക്കുണ്ടാകും. ആമേൻ, ആമേൻ, ആമേൻ. പിശാചിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏതേലും വിഷയത്തിൽ വാതിൽ അടയ്ക്കുക എന്നുള്ളതല്ല, വഴി തുറക്കാതിരിക്കുക എന്നുള്ളതല്ല. പിശാചിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിത്യതയിൽ നിന്നുള്ള വെളിപ്പാടിൽ നിന്നും കർത്താവിന്റെ മടങ്ങുവരവിൽ നാം എടുക്കപ്പെടണമെന്നുള്ള ആ വലിയ വെളിപ്പാടിൽ നിന്ന് നമ്മൾ മാറ്റുക. അതിൽ പിടിക്കപ്പെട്ട ആരും പിന്മാറി പോകത്തില്ല. എന്റെ കർത്താവ് വരും, ആ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. നിത്യതയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് വെളിപ്പാടുള്ള ഒരാൾ പിന്മാറിപ്പോ. പിന്നെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കാത്തവൻ. ദൈവത്തിന്റെ ആത്മാവ് ഡിലേ വരുത്തിയ അത് വലിയ ഗ്രേറ്റർ ഗ്ലോറി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് അതിനെതിരെ സൻബല്ലത്തും തോബിയാമാരും പൊളിക്കുമെന്ന് പറഞ്ഞാൽ 52 ദിവസം കൊണ്ട് പൊളിഞ്ഞു കിടന്ന മതിലിനെ നെഹമ്യാവിലൂടെ ദൈവം പണിഞ്ഞു. അവൻ ആത്മമണ്ഡലത്തിൽ വ്യക്തിഗതമായി ജപിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും കെട്ടിയ കെട്ട് ഇന്ന് മഴക്കാലം യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ സഭയുടെ മേൽ പറയാനുള്ള ക്രിസ്തുവിന്റെ അധികാരം സഭ അതിനെ പുറത്താക്കുന്നു. പണിയത്തുമില്ല, പണിക്കത്തുമില്ലെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വാക്തത്വം നടത്തത്തുമില്ല, നടന്നു കാണാൻ അനുവദിക്കത്തുമില്ലെന്ന് പറഞ്ഞവർ കാണേ ഈ വർഷത്തിൽ തന്നെ ചില അടയാളങ്ങൾ ഉണ്ടാവും. നന്മയ്ക്കായുള്ള ചില അടയാളങ്ങൾ ഉണ്ടാവും, വിടുതലിനായ ചില അടയാളങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. ആർക്കുണ്ടാവും? സഭയ്ക്കുണ്ടാവും. ആർക്കുണ്ടാവും? സഭയുടെ വെളിപ്പാടിൽ തുടരുന്നവർക്കുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാകത്തില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ വെളിപ്പാടിൽ, കിങ്ഡം ഓഫ് ഗോഡിന്റെ വെളിപ്പാടിൽ തുടരുന്നവർക്കുണ്ടാവും. എല്ലാ അനുഗ്രഹത്തിനും ദൈവത്തിന് വ്യവസ്ഥയാണ്. അതിൽ പ്രധാന ആ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അനുസരിക്കാമോ, അടുത്തത് വിശ്വസിക്കാമോ, മൂന്നാമത് അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കാന്നുള്ളൂ. അനുസരിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക, ഒബീഡിയൻസ്, വിശ്വസിക്കുക, ഫെയ്ത്ത്. അടുത്തത് അതിലെ സ്റ്റെപ്പ് വെക്കുക, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങൾ തുറന്ന ദൈവഹിതപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ഒഴുകും. യേശുവിന്റെ നാമത്തിൽ ഒഴുകുകയും പട്ടണങ്ങളിൽ വാഴാൻ സഭയെ സഹായിക്കട്ടെ. അടുത്തത് സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ വായിച്ച കുടുംബാക്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ 2-3 വാക്യങ്ങൾ, 12-ന്റെ 2-3 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യം. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു. യാക്കോബ് പോയത് ഹെരോദോ വെട്ടിക്കൊണ്ടൊന്നുമല്ല, യാക്കോബിന്റെ സീസൺ കഴിഞ്ഞമാണ്. അങ്ങനെ പോയാൽ വിശ്വാസത്യാഗം യാക്കോബിനോട് സംഭവിക്കത്തില്ലെന്ന് തമ്പുരാൻ അറിയാം. പക്ഷെ പത്രോസ് നിന്റെ കാര്യം അങ്ങനെയല്ല. ദൈവസഭയിൽപ്പെട്ട ചിലരോട് പറയാം, ചിലത് ദൈവം കാണിക്കാതെ ഇവിടുന്ന് ദൈവം കൊണ്ടുപോകുന്നില്ല. യോഹന്നാന്റെ യാക്കോബിനെ എന്ത് പറ്റി? വാളുകൊണ്ട്. അത് ചിലർക്ക് പ്രസാദമായി, ചിലർക്ക് സന്തോഷമായി. മാറി നിന്ന് സന്തോഷിക്കുന്നവർക്കാണ്ട് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആർപ്പിന്റെയും ജയത്തിന്റെയും ഘോഷം ഉണ്ടെന്നുള്ളത് ഇന്നു മുതൽ അറിയാൻ പോവാം. അവരുടെ ചിരി കരച്ചിലാവും, നിന്റെ മേലുള്ള സന്തോഷം ആർപ്പായി മാറും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ വെളിപ്പെടേണ്ട സന്തോഷവും ആർപ്പും ചില വ്യക്തികളുടെ തടഞ്ഞെങ്കിൽ ഇന്ന് മുതൽ അതിന്റെ വിരാമം കുറിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ആ സന്തോഷം നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുമോ?
വർത്താനം പറയുമ്പോൾ നേരിട്ട് പറയത്തില്ല. ഹല്ലേലൂയ. പുറകിൽ നിന്നായിരിക്കാം നിങ്ങൾക്കെതിരെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് സിംഹവും പുറകിൽ നിന്ന് പറയുന്നത് കുറുക്കനുമാകാനാണ് സാധ്യത. ഈ പുറകിൽ നിന്ന് പറയുമ്പോൾ ഉറപ്പിച്ചോ, അവർ അന്നും ഇന്നും നിങ്ങളുടെ പുറകിൽ, നിങ്ങളാ ഇപ്പോഴും മുമ്പിൽ. ഇല്ല, മനസ്സിലായില്ല? പിന്നെ നമ്മളായിട്ട് തിരിയണ്ട, ദൈവം തിരിഞ്ഞോളൂ. ഹല്ലേലൂയ. ദൈവം തിരിയുമ്പോൾ പഴയനിയമത്തിൽ പറയുന്നു പർവ്വതങ്ങൾ കുലുങ്ങും. ഹല്ലേലൂയ. കുലുങ്ങേണ്ടതൊക്കെ കുലുങ്ങും. ദൈവപ്രവൃത്തി ഉണ്ടാവും. നമ്മുടെ ആശ്രയവും വിശ്വാസവും നോട്ടോ യേശുവായാൽ യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ടും യേശുവിനെ വിശ്വസിച്ച് നടക്കുന്നത് കൊണ്ടും ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാത്ത ചിലരുണ്ട്. മറുപടി സ്വർഗം പറയും. നിന്റെ മകൾക്ക് വേണ്ടി സ്വർഗം മറുപടി പറയും. നിന്റെ മകന് വേണ്ടി സ്വർഗം മറുപടി പറയും. ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് വേണ്ടി സ്വർഗം മറുപടി പറയും. നിന്റെ ശരീരത്തിൽ വിടുതലുകൾ ഉണ്ടാകും. നിന്റെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകും. നിന്റെ കുടുംബത്തിൽ അലയടിക്കുന്ന ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവർത്തികൾ കപ്പൽ പൊളിഞ്ഞെന്ന് പറഞ്ഞവരുടെ നടുവിൽ പൗലോസ് ഉൾപ്പെടെ 276 പേര് യാത്ര ചെയ്ത കപ്പൽ പൊളിഞ്ഞെന്ന് എല്ലാവരും പറഞ്ഞു. പകുതി സത്യമാണ്. അവർ കണ്ട കപ്പൽ പൊളിഞ്ഞു. പക്ഷെ ദൈവഹിതപ്രകാരം ഒരു കപ്പൽ മറുസൈഡിൽ ഒരുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാഗൽഭ്യോളം വിളിച്ചു പറയും. അപ്പോസ്തലപ്രവൃത്തി 27-23 എൻ്റെ ഉടയവനെ ഞാൻ സേവിച്ചു വരുന്നവനുമായി എൻ്റെ കർത്താവ് ഇന്നലെ രാത്രിയിൽ എന്നോട് ഇടപെട്ടു. നിങ്ങളിൽ ആരുടെയും ജീവൻ പോകത്തില്ല. ആഴിയുന്ന കപ്പലും അടിച്ചുറയുന്ന തിരമാല ഇവനും കണ്ടതാണ്. പക്ഷെ ഇവന്റെ കാഴ്ചപ്പാട് അതിനപ്പുറം. അയ്യോ, പിടികിട്ടിയില്ല. ഒരേ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ചിലർക്ക് വെളിപ്പാട് കാണത്തില്ല. പക്ഷെ നീ പറയണ മനസ്സുകൊണ്ട് ഞാനുള്ള ഒറ്റ കാരണത്താൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ മാറും. മനസ്സിലായില്ല? അകത്തോട്ട് പോകാൻ ആലോചിക്കുന്നെങ്കിൽ വാസ്തവമായിരിക്കണം. പിടിക്കുന്നെങ്കിൽ ദൈവശബ്ദത്തിനൊപ്പമായിരിക്കണം. അകത്തോട്ട് കയറാൻ. ആരുണ്ടെങ്കിലും യേശു ഉണ്ടെങ്കിൽ നീ ഒരു അനുഗ്രഹം. നിങ്ങളൊരു അനുഗ്രഹം. അൽഷിമേഴ്സ് ബാധിച്ചവനെ പോലല്ല. ഇന്നാണെങ്കിൽ ചിലർ പറയും ഇയാൾക്ക് മാത്രം വെളിപ്പാടുള്ളൂ. വെളിപ്പാടുള്ളവൻ ദൈവത്തെ നോക്കിയാണെങ്കിലും നടക്കും. ആരും കേട്ടിട്ടില്ല, ഈ ശബ്ദം ആരും കണ്ടുമില്ല. പക്ഷെ പുള്ളിക്കാരൻ കണ്ടു. പൗലോസ് ഈ കപ്പൽ പോകും. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കത്തില്ല. ആ കമന്ററി ഇവിടെ എഴുതിയിട്ടില്ല. ഇന്നത്തെ കാലത്താണ് എഴുതുന്നത്. നിനക്ക് തന്നെ എന്തെങ്കിലും പറ്റുമോ? കപ്പള ആർക്കും പറ്റത്തില്ലെന്ന് പറയാം. പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല. എഴുതിയിട്ടോ, ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നീ തുടർന്നാൽ നീ പറയുന്നത് സംഭവിക്കും. നിന്റെ കുടുംബത്തിൽ നീ പ്രവാചകയാണ്. നിന്റെ കുടുംബത്തിൽ നീ പ്രവാചകനാണ്. നിന്റെ കൂടെ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അറിയിക്കുന്ന ചില പ്രവർത്തികളെ ആത്മാവ് നിന്നോട് തെളിയിക്കും. വാതിൽ അടഞ്ഞവരോട് പറയുക, വാതിൽ തുറക്കാൻ പോകും. ആരെങ്കിലും തൂങ്ങാത്ത അണലി തൂങ്ങി ഓരോ സിനിമയിലല്ലേ? നമ്മുടെ വിഷയമല്ല. എന്നാലും എവിടേക്കോ ആത്മാവിന്ന് ആ ഭാഗത്തേക്ക് നയിക്കുമെന്ന് പറയും. ആ ദേശത്തിന്റെ ശക്തി മറിഞ്ഞു നിൽക്കുകയായിരുന്നു. തീയുള്ളവൻ വന്നപ്പോ വേറെ ആരുടെ കയ്യിലും തൂങ്ങിയില്ല, ഇവന്റെ കയ്യിൽ തൂങ്ങി. എന്നാൽ അകത്ത് തീയുള്ളവൻ അതിനെ കുടഞ്ഞു, അത് ചത്തുകയും തീർപ്പിക്കും തീർക്കുമെന്ന് പറയുന്ന വ്യാപാരം ടെറിറ്റോറിയലായി മങ്ങി നിൽക്കുന്നത് ഇന്നത്തോടുകൂടി അതിനെ കുടയുന്ന ഇന്നത്തോടുകൂടി അതിനെ കുടയുന്ന
പ്രാർത്ഥിക്കുന്ന അഭിഷേകം പോലെ സഭയുടെ മേൽ അങ്ങനെ അഭിഷേകമുണ്ട്. അപ്പോസ്തലിക നിയോഗം. ഹല്ലേലൂയ. സഭയുടെ മേൽ കിടക്കുക. സഭ നേതൃത്വം ഇത് തുടരുക. പറയുമ്പോൾ ബർബരന്മാർ നോക്കി നിൽക്കും. ഇപ്പം തീർക്കും പോയാവും. യാഗത്തുമില്ല, വെറുക്കത്തുമില്ല. അടുത്തത് പുമ്പിളിയോസുമാരുടെ വീടിന്റെ താക്കോല് ഈ വ്യാപരിച്ച മണ്ഡലം വെട്ടേറ്റ പിന്നെ അവിടെ ദൈവപ്രവർത്തി ഇവിടെ ഈ പട്ടണത്തിൽ ദൈവപ്രവർത്തിക്കെതിരായി ഹല്ലേലൂയ ചില മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പട്ടണത്തിൽ, സഭയെക്കുറിച്ചല്ല, പട്ടണത്തിൽ അതിന്റെ അടിവേര് പറയുക. ആദ്യത്തെ വ്യക്തി സംഭവിക്കും ഈ വചനത്തിന് അടിസ്ഥാനം വന്നെന്റെ കഴിവല്ല, അതിലെ എന്റെ കൂടെയുള്ള യേശു ഈ ലോകത്തിലുള്ളവനായ അവന്റെ ആത്മാവിനായി ദൈവവചനത്തിനായി ദൈവസഭയുടെ അണലിച്ചാകാതെ ദൈവപ്രവൃത്തി നടക്കത്തില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ വെറും അണലിയ. നിങ്ങൾക്കറിയാവോ, എന്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മാൾട്ടയിൽ പല പാമ്പുകൾ ഇന്നും ഉണ്ടെങ്കിലും അണലി എന്ന് പറഞ്ഞ പാമ്പ് ഇന്നുമില്ല. അന്ന് അഭിഷിക്തൻ കുറഞ്ഞോ. ചങ്ങനാശ്ശേരിയിലെ സഭ ഇങ്ങനെ ഇരുന്ന് അടുത്ത് മുറുകെ പോകത്തില്ല, പക്ഷെ മുറുകെ പോകും. ഞാൻ കയ്യടിക്കുന്നതിനെ കുറിച്ചോ സ്വന്തം പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒളിച്ചാൽ നല്ലോണം അടിക്കുന്നുണ്ട്, കാരണം തീയുള്ള അഭിഷിക്തന്മാരടിക്കും. അതിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, അന്ന് അഭിഷിക്തൻ കുറഞ്ഞു, ഇന്ന് വരെ അണലി എന്ന് പറഞ്ഞൊരു പാമ്പ് മാറ്റയില്ല. ചങ്ങനാശ്ശേരിയിൽ വ്യാപരിക്കുന്ന ചില മണ്ഡലങ്ങൾ ആത്മമണ്ഡലത്തിൽ നിന്ന് ഒന്നൊന്നായി മാറുമ്പോൾ സഭയിൽ വീരപ്രവർത്തികൾ ഉണ്ടാവും. ഞാൻ പണ്ട് സമുദായത്തിലായിരുന്നപ്പോൾ അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നിടത്തൊക്കെ വളരെ ഭക്തിപൂർവമായുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ 28-29 വർഷം പുറകിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വീടുകളിലൊക്കെ അടുത്തുള്ള ഈ ഇങ്ങനെ കൈകൊട്ടി അടിച്ചാൽ അടിക്കുന്നതിനനുസരിച്ച് പൊട്ടിക്കുന്ന പോലുള്ള ശബ്ദം കേട്ടുള്ള ഇവർക്ക് ഭ്രാന്തല്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായത് അകത്ത് ദൈവശക്തി ആവരിക്കപ്പെടുമ്പോൾ വരുന്ന ദൈവപ്രവൃത്തി കറണ്ട് തുറന്നുകൊണ്ടല്ല ദൈവപ്രവൃത്തി നടത്താതിരിക്കുന്ന ഈ അണലി പോലുള്ള ചിലത് കുടഞ്ഞ് സഭ എഴുന്നേക്കാൻ പോകും. അണലി പോലുള്ള ചിലത് കുടയപ്പെട്ടാൽ അടുത്തത് അവൻ ചാവും. അനേക ഡെഡായി കിടക്കുന്ന ആളുകൾ, അനേക വാക്തത്വങ്ങൾ നടക്കാതെ മരവിച്ചു പോയവർ, തണുത്ത് മരവിച്ച് പിന്മാറിപ്പോയവരും ഡൗണായിപ്പോയവരും ഇനി ഈ ഭാഗത്തേക്ക് എത്തി നോക്കത്ത് പോലും ഇല്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച പോകുന്ന ചില കോട്ടകളെ പൊട്ടിച്ച് പ്രളയം വന്നപ്പോൾ അത് നെഗറ്റീവാ. പ്രളയം വന്നപ്പോൾ ഇന്നയാളുടെ വീടെന്ന് നോക്കിയില്ല, വെള്ളം ഒലിച്ചിറങ്ങി. അതിന്റെ പോസിറ്റീവ് പറയാം. അഭിഷേകത്തിന്റെ നദി ഒഴുകി തുടങ്ങിയ അത് എവിടൊക്കെ പോകുമെന്നുള്ള ദൈവത്തിനറിയുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന്റെ കൂടിവരവുകൾ തുടങ്ങിയ പ്രാർത്ഥന ദൈവപ്രവൃത്തിയെ സഭയിലേക്ക്, ദേശത്തിലേക്ക് ദൈവം വിളിച്ചു വരുത്തും. ഈ അണലി ചത്തതോടുകൂടി വീണ്ടും ശുശ്രൂഷ അവിടെ പൊലിച്ചു. എന്റെ ഭാഗ അദ്ദേഹത്തിന്റെ മേൽ ശുശ്രൂഷ ഉണ്ടെന്ന് മനസ്സിലായി. വീട്ടിലേക്ക് പുമ്പിളിയോസ് ക്ഷണിച്ചു. അതോ പുമ്പിളിയോസിന് വീണ്ടും ആക്കോളെന്ന് പറഞ്ഞു. ക്ഷണിക്കാത്തവര് ക്ഷണിക്കും. പള്ളിപ്രമാണി ക്ഷണിച്ചു, പിന്നല്ലേ പുമ്പിളിയോസ്. കാരാഗ്രഹ പ്രമാണി പിടിക്കപ്പെട്ടു, പിന്നല്ലേ പുമ്പിളിയോസ്. എവിടെ ആരെ പിടിക്കണമെന്ന് ദൈവത്തിന് അറിയാം, ഏത് കൊളുത്തിട്ട് പിടിക്കണമെന്നറിയാം. ഇനി അവരുടെ കൊളുത്തല്ല, ദൈവരാജ്യത്തിന്റെ കൊളുത്ത ചിലരിലൂടെ വീഴാൻ പോകും. ചിലര് പറഞ്ഞു ഇവൻ കൊലപാതകനാ, ഇവൻ കുറ്റവാളിയാ, അലക്സാണ്ടർ കപ്പറിലൊക്കെ വന്ന് അതും പൊളിഞ്ഞു. പക്ഷെ പുമ്പിളിയോസിന്റെ വീട്ടിലോട്ട് കയറി കാര്യങ്ങൾ ദൈവം സ്ഥിരീകരിച്ച് കഴിഞ്ഞപ്പോ
അശ്വിനി ചിഹ്നമുള്ള റോയൽ കപ്പലിന്റെ റോമിൽ പൗലോസിനെ ദൈവം എത്തിച്ചു. സാധാ കപ്പലല്ല, അശ്വിനി ചിഹ്നമുള്ള റോയൽ കപ്പൽ. ഇനിയും പൊളിയുമല്ല, റോയലാ. ഇനിയും തകരുമല്ല, പുതിയതാ. റോയൽ കപ്പലിൽ റോമിൽ പൗലോസിനെ എത്തിച്ച ദൈവം ചിലരോട് പറയാം, നിന്നെ അതുപോലെ, നിന്റെ കുടുംബത്തെ അതുപോലെ സ്ഥലങ്ങളിൽ എത്തിച്ചത്, സ്ഥലങ്ങളിൽ എത്തിക്കാൻ പോകുന്നത് സുവിശേഷത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിക്കാൻ തയ്യാറാണെങ്കിൽ, സഭയ്ക്ക് പ്രയോജനപ്പെടുന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ വാഴികൾ ചില വീടുകളിൽ ദൈവപ്രവർത്തനം ഉണ്ടാവും. ഞാൻ എനിക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ലെന്ന വചനം പറയുന്നു. ഹല്ലേലൂയ. സമയം ഇവിടെ ക്ലോക്കില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. അവിടെ ശ്രദ്ധിക്കുന്നു. ഇവിടെ ചൂട് വെച്ചാൽ നല്ലത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർ പോകും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കൂടെയുള്ള യേശു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെ. ഇന്നു മുതൽ അധികമായി ഈ സമാധാനത്താൽ ചിലർ വാഴും. രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒന്ന് കരമുയർത്തിയേ. എന്റെ ദൈവമേ, നല്ല സഭ, എല്ലാവരും രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ടവരെല്ലാം സ്ഥലം കയറുകയും 99.99% പേരും സ്നാനപ്പെട്ടവരാണ്. ദൈവത്തിന്റെ മഹത്വം. ആരെങ്കിലും എൻ്റെ കണ്ണിൻ്റെ ദൂരപരിധിക്ക് അനുസരിച്ച് സ്ഥാനപ്പെടാറുണ്ടെങ്കിൽ സ്ഥാനപ്പെടും. സ്ഥാനപ്പെട്ടവർ പല്ലുക്കന്മാർ പൂർണ്ണമായി വിധേയപ്പെടും. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി യേശുവാണ്. ആദ്യ സ്നേഹവും ആദ്യ പരിഗണന യേശുവാണ്. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിൽ നിങ്ങൾ വാഴും. നമുക്കിവിടെയുള്ള കർത്താവ് നമ്മൾ പറയപ്പോഴും നമ്മുടെ സ്നേഹം യേശുവാ, ഫസ്റ്റ് പ്രയോറിറ്റി യേശുവാന്നൊക്കെ പറഞ്ഞു. എന്നോട് കർത്താവ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു, 2 വർഷങ്ങൾക്ക് പറയും എപ്പോഴും അല്ലതാണ്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ വിഷമിച്ചത്. മനുഷ്യനല്ലേ. നമ്മൾ കർത്താവേ നിന്റെ കൃപ വേണം. കർത്താവ് പറയും എൻ്റെ കൃപ നിനക്കുണ്ടായി. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞപ്പോൾ നിങ്ങൾ ഡൗൺ ആയത്. പക്ഷെ ഇന്ന് മുതൽ പറഞ്ഞ യേശുവാണ് പ്രയോറിറ്റി. യേശു പ്രയോറിറ്റി ഫസ്റ്റ് ആണെങ്കിൽ, ആദ്യ സ്നേഹം യേശു ആണെങ്കിൽ നിങ്ങൾ ചൂടിപ്പോകത്തില്ല, തൊട്ടാവാടുന്ന തൊട്ടാവാടിയാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ മുഖം കണ്ട ആരും പറയത്തില്ല ദുഃഖമുണ്ട് കേട്ടോ, ചില മാറാനുണ്ട്, സൗഖ്യം വരും, സമാധാനം വരും. നിങ്ങളുടെ മുഖം കണ്ട് പിടിക്കാൻ പറ്റത്തില്ല, ആകാം അറിയുന്നവൻ പറയും. മുഖം കണ്ടാണ് പറയുന്നതെങ്കിൽ ഏരിയാവിന് ദൂത് തെറ്റും. എന്താ ദൂത് തെറ്റാൻ സാധ്യത? നിന്നെ പുലർത്താൻ ഞാൻ ആരോട് കൽപ്പിച്ചിട്ടുണ്ട്? അയ്യോ, വചനം അറിയാതെ നിന്നെ പുലർത്താൻ വിധവയോ അല്ലേ? ആരാ പറഞ്ഞത്? ദൈവം പറഞ്ഞ തെറ്റുമോ? ഇല്ല. ആ പട്ടണവാതിനോട് സമീപിച്ചപ്പോൾ എന്തായിരുന്നു വിധവ ചെയ്തുകൊണ്ടിരുന്നത്? ആ പുറകെ പറിക്കൊണ്ടിരുന്നു. അപ്പൊ വിധവയോട് ഏരിയ എന്താ പറഞ്ഞത്? ഇച്ചിരി വെള്ളം വേണം. ആണോ പറഞ്ഞു? അട പിന്നീടാ പറഞ്ഞു. വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വിധവയുടെ മറുപടി എന്തായിരിക്കണം? വെൽക്കം പ്രോഫറ്റ്, താങ്കൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മാളിക മുറിയിലേക്ക് പ്രവേശിച്ചാൽ ഇതല്ലേ വേണ്ടിയിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ അടുത്തത് ഏരിയാവും, എനിക്കൊരു അടവ്. അപ്പോൾ റിയൽ ലൈഫ് പുറത്തു വന്നു. ഞാൻ എൻ്റെ ചെറുക്കനോട് ചാകാൻ പോകും. അപ്പോൾ അയ്യാ കട എൻ്റെ ഭാഷയാണ്. എൻ്റെ സാധാരണ ഇച്ചിരൂടെ ഒന്ന് നമ്മൾ കേരള രീതിയിലാക്കിയെടുക്കുക. ഇയാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. ചാകാൻ പോകുന്നവിടെ വെള്ളമെങ്കിലും കൊടുക്കാൻ പറഞ്ഞ വലിയ കാര്യം. അടയോടെ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ചാകാൻ എൻ്റെ കൊച്ചനുമായിട്ട് പോകും. അപ്പോൾ അയ്യാ കട. മുഖം നോക്കിയും തിരിച്ചുള്ള മറുപടിയും വെച്ചാണെങ്കിൽ ഏരിയാവ് അടുത്തതൂട് പറയുമോ? പറ. മറുപടി എന്താ? ചാകാൻ പോവാ. അപ്പൊ ഇതല്ല ആളെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ പോകണ്ടേ? പക്ഷെ ഏരിയ ഉറപ്പിച്ച് ഇതാ ആള്. ആളിന്റെ മറുപടിക്കൊത്തോണമല്ല പ്രവചനം, സ്വർഗത്തിലെ അറുളപ്പാടിനനുസരിച്ച്. അപ്പം സത്യത്തിൽ വിധവയോട് ദൈവം ഇടപെട്ടില്ലേ? പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒത്തിരി വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം പറയുന്ന ആലോചന പിടികിട്ടത്തില്ല. ചിലപ്പോൾ ഇന്നലെ പ്രാർത്ഥിച്ചതിന് മറുപടി ഓൾറെഡി ദൈവം പറഞ്ഞോ. ഇപ്പൊ ഉദാഹരണത്തിന് 50 പേര് ഒരുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരാളുടെ ശബ്ദം അറിയാൻ പറ്റുമോ? ഇതുപോലെ ചിന്തകൾ. ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ടൊരു അമ്മാമ്മ ഒരു കൊച്ചിന് വേണ്ടി എക്സാമിന് വേണ്ടി ഉപവാസം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപവാസം.
അപ്പോൾ വൈകിട്ട് ഉപവാസമൊക്കെ പ്രാർത്ഥിച്ച് നിർത്താൻ വേണ്ടി അല്ല അവിടെ ദേവദാസൻ ചെന്നു പറഞ്ഞു. അപ്പം അമ്മാമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്, കൊച്ചൻ്റെ അപ്പനും അമ്മയുണ്ട്. കൊച്ചൻ്റെ അമ്മയാണ് ഉപവാസം എടുത്തിരിക്കുന്നത്, അച്ഛന് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മാമ്മ ഫാസ്റ്റിങ്. അച്ഛനോട് വന്നപ്പോൾ ഉപവാസമൊക്കെ നിർത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കാം. അപ്പോൾ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മയെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ആ, നമ്മൾ പ്രാർത്ഥിക്കുകയും അവൻ ജയിക്കുമല്ലോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. പക്ഷെ പണ്ട് ഒരു മഴയ്ക്കായി ഒരു ദേശം മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ട് 3 ദിവസത്തെ പ്രാർത്ഥന. 3 ദിവസത്തെ പ്രാർത്ഥനയുടെ ഒടുവിൽ 3-ാം ദിവസം മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു കൊച്ചി ഇറക്കാൻ മാത്രമേ കുടയോട് വന്നുള്ളൂ. അർത്ഥം പിടിയിട്ടില്ല. 3 ദിവസം പ്രാർത്ഥിച്ചു. 3 ദിവസം ആ മഴ പെയ്യുമെന്ന് പറഞ്ഞു. 3-ാം ദിവസം ഒരു ചെറുക്കൻ മാത്രമേ കുടയോട് വന്നുള്ളൂ. ആ ചെറുക്കന് മാത്രം ഉറപ്പുള്ള അതിൽ നിന്ന് മഴ പെയ്യും. ആളിന്റെ വലുപ്പമോ തൂക്കമോ ഒന്നും അല്ല വിഷയം, വിശ്വാസം അതുകൊണ്ട് കയറുന്നുള്ളവരെ കണ്ടാൽ. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ പ്രായഭേദമന്യേ നിങ്ങളുടെ മേലെ ഉണ്ട്. നിങ്ങളുടെ അകത്തെ വിശ്വാസത്തിന്റെ സീഡ് കടപ്പും അതങ്ങോട്ട് വർദ്ധിക്കാൻ പോകും. അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ചില ദൈവശക്തി വ്യാപരിക്കപ്പെടും. ചിലതിന്റെ മേൽ നിങ്ങൾ വാഴും, ചിലതിനെ നിങ്ങൾ ഓവർകം ചെയ്യും. പുതു വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ആത്മാവ് അതേ പദം പറയുന്നു. ചില അണലികളെ കുടഞ്ഞ് എഴുന്നേൽക്കാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. അടുത്തത് കുമ്പിളിയോസുമാരുടെ വീട്ടുകളിലേക്ക് ചില വഴികളെ ദൈവം തുറക്കാൻ പോവുക. അടുത്തത് കുറ്റാരോപണൻ ആണ് എന്ന് വിധിച്ച 275 പേർക്ക് തത്തുല്യമായി പൗലോസിനെ നോക്കി കണ്ടവർ പണ്ട് റോയൽ കപ്പലിൽ പൗലോസിനെ റോയിലെത്തിച്ചതുപോലെ ഒരു പ്രവൃത്തി നിങ്ങൾ ലൈഫിലാക്കോ നിയമോ. ചില വഴികൾ ദൈവം ചിലർക്ക് തുറക്കും. ചില കുടുംബങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവപ്രവൃത്തി ഉണ്ടാകും. തീർന്നു എന്ന് വിചാരിച്ചിടത്തല്ലേ ഓരോ എഴുന്നേറ്റത്. അതുപോലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുമ്പുള്ളവരെ നോക്കണം, പണ്ടുള്ളവരെ നിരൂപിക്കണം. ഇതാണ് പുതിയ ഇതാണ് പുതിയ എല്ലാ അനുകൂലമായിട്ടല്ല ഇപ്പോൾ ആയിരിക്കും. പക്ഷെ ദൈവത്താൽ ചില പുതിയ നിന്റെ ലൈഫിൽ ദൈവം മണ്ണിട്ട് മൂടിയാണ്. ഈ ഉറവയും വഴിയും തുറക്കത്തിന്റെ പ്രാർത്ഥനകളാണ്. ഈ 2026 തീരുന്നതിന് something new will happen in your life. നിന്റെ ജീവിതത്തിൽ പുതുക്കമാണ് പറയുന്ന നിലവാരത്തിൽ ചില സ്ഥലങ്ങളുടെ വഴിയും വീണ്ടും ഒരു അഗ്നികൾക്കും വീണ്ടും ചില യാത്രകൾക്കും വീണ്ടും ചില വഴികൾക്കും ദൈവത്താൽ ചില കുറവികൾക്കും ഒരു മുഖാന്തരം ചെയ്യാൻ റോമിലെത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്താൽ ചില സ്ഥലങ്ങളിൽ നിന്നെ റീഎൻട്രി ചെയ്യിപ്പിക്കും. റീഎൻട്രി നടത്തത്തിൽ പറയുന്നവർക്ക് ദൈവത്തിന്റെ അഭിഷേകത്താൽ ഈ ചില സ്ഥലങ്ങളിൽ വീണ്ടും റീഎൻട്രി ഉണ്ടാകും. മുട്ടുകുത്തിയ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആത്മാവ് ചെയ്യിക്കും. ഉള്ളിൽ പലക്കായെന്ന് പറഞ്ഞ് ശാപമാണ് പലതും. അതിലില്ല പല മണ്ഡലങ്ങളും റൂട്ട് കറക്റ്റല്ല, അല്ലെങ്കിൽ പാത കറക്റ്റല്ല. പലതിൻ്റെ അകത്തും അനുകൂല ചിഹ്നങ്ങൾ പല അടയാളങ്ങളും കാണാതിരിക്കെ അല്ല നീ സ്റ്റെപ്പ് വെച്ചത്, രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, ദൈവത്തെ നോക്കും ഇന്നും നിൽക്കുന്നത് പുതുവഴിയുടെ ഒരു പുതിയ ചരിത്രം തുറക്കാനാണെന്ന് ആത്മാവ് നിന്നോട് പുതുവഴി. ഈ പൈതൽ ഒരു അനുഗ്രഹമായി. നീ അനുഭവിച്ച വേദന നിന്റെ തലമുറ അനുഭവിക്കരുത്. അവനുവേണ്ടി സ്പെനറുകൾ, അവനുവേണ്ടി ദൈവത്തിന്റെ സ്പെഷ്യലാവും. ഇവൻ ദൈവവചനം എടുക്കും. അവൻ ഇവൻ തിന്നരം മീട്ടുന്ന ഒരു ദാവീദ്
കാലഘട്ടത്തിലെ ഒരു ഡേവിഡായി പാളിപ്പോകുന്ന യാത്രകൾ മാറി. അമേൻ അമേൻ അമേൻ. നാഥാ രക്ഷിക്കണേ എന്ന് നിലവിളിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി അവൻ അടിച്ചുയർന്ന തിരമാലയുടെ പുറകിലുള്ള കാറ്റിനെ ശാസിച്ചതുപോലെ പടക് മുങ്ങത്തില്ല, പടകെത്തിക്കും. ദൈവപ്രവൃത്തി ഉണ്ടാകും. അമേൻ അമേൻ അമേൻ. സുവിശേഷകയാക്കി, ചെയ്യുന്നതിനുമപ്പുറം സുവിശേഷകയാക്കി ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്നു. ചിറക് കെട്ടിയെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ചിറക് വെട്ടിപ്പോയി എന്ന് പറയുന്ന ഹല്ലേലൂയ അതിലെ ക്ലൈമറ്റുകളുടെ നടുവിൽ നിന്റെ ചിറക് ഇന്നു മുതൽ അതിലെ കാത്തിരിക്കുന്ന കഴുകിനെ പോലെ തുടരുമെങ്കിൽ കാത്തിരിക്കുന്ന കഴുകുന്ന ശക്തിയെ പുതുക്കിയ ചരിത്രമേ മുഴുവൻ നിന്റെ ലൈഫിലും അത്ഭുതം നീങ്ങും. ആമേൻ. ദൈവപ്രവൃത്തികളുണ്ടാകും. ഇതിനകത്ത് കല്ലറയ്ക്കൽ ഒരു വീട്ടുവരെന്നെ കാണിക്കുന്നുണ്ട്. കല്ലറയ്ക്കൽ ഓക്കെ ആത്മാവിനോട് പറയുന്നു അമേ കല്ല് വെച്ച റോമൻ ഇമ്പീരിയൽ മുദ്രയ്ക്ക് സമാനമായി അമേൻ 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 നിന്റെ ലൈഫിൽ അല്ലിയ ഒന്നിനു പുറകെ ഒന്നായി പല ചോദ്യചിഹ്നങ്ങളിലൂടെ നീ പോയി. വിഷമകരമായ സകല സാഹചര്യങ്ങളിലൂടെ നീ വീർപ്പുമുട്ടി. അമേൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് നീ ആകുലപ്പെട്ടു. അതിന് നടുവിൽ നിന്റെ പെൺതലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറന്ന ദൈവാത്മാവ് ഇന്ന് പറയുന്നോട് ദൂത് പറയുക. അമേൻ 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 അമേൻ. ആ തുറന്ന ദൈവമായതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുകളെ ദൈവത്തിന്റെ കരങ്ങളിൽപ്പെടാമോ പ്രോസസിങ്ങുമായി ബന്ധപ്പെട്ട് നിന്റെ മകൾ കഴിഞ്ഞ 3 മാസമായി നിലവിളിക്കുന്ന നിലവിളിയുടെ മുന്നിൽ അവരെ അയച്ചു തുറന്ന ദൈവത്തിന് പ്രവൃത്തികൾ ഈ കാണുന്ന ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രവൃത്തി നിന്റെ പെൺതലമുറ ആയിരിക്കുന്ന സ്ഥലത്ത് ആത്മാവ് ജയിക്കുമെന്ന് ആത്മാവ് ദൂതുപറയുന്നു. നിങ്ങളുടെ സാഹചര്യമുണ്ടോ? ഉണ്ട്. ആത്മാവ് പറയുന്നു അങ്ങനെ സംഭവിക്കും. ദൈവപ്രവൃത്തി ഉണ്ടാകും. മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടടക്ക, മനുഷ്യൻ അടിയ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കുത്തിട്ടടക്ക അവൻ ദൈവം കോമായിട്ട് എഴുതുന്നത് പോലെ അത് ബിന്ദു എന്നൊരു പേര് കാണിക്കുന്നു. ബിന്ദു എന്ന പേര് യേശുവിന്റെ നാമത്തിൽ കോമായിട്ട് തുടക്കം കുറിക്കും. എന്റെ മകളായിരിക്കുന്ന സ്ഥലത്തേക്ക് അതിന്റെ 3 മാസങ്ങൾക്ക് പുറകിൽ അടഞ്ഞു, ഇനി നടക്കത്തില്ല, തിരിച്ചു വന്ന് വീട്ടിലിരുത്തുമെന്ന് വാദിക്കുന്നത് ഈ തലമുറയോടുകൂടി ആത്മാവ് മാറ്റും. 40 ദിനരാത്രങ്ങൾ മഴ പെയ്തിട്ടും 150 ദിവസം വരെ ഭൂമിയിൽ വെള്ളം പൊങ്ങി പർവ്വതം മുകളിൽ വരെ വന്നിട്ട് ദൈവം പറഞ്ഞ അളവുകൾ കൊത്തവണം പട്ടണം പണിത ആ പട്ടണത്തിൽ കയറിയ നോഹയെ കുടുംബത്തെ ഓർത്തതുപോലെ ആമേൻ ആമേൻ 38-ന്റെ 10-11 വാക്യത്തിൽ അല്ലെങ്കിൽ 1-ാം തവണ വിട്ട പ്രാവ് ഒന്നുമില്ലാതെ മടങ്ങി വന്നെങ്കിലും 7 ദിവസം കഴിഞ്ഞ് പിന്നീട് വിട്ട പ്രാവിയുടെ പരിശുദ്ധമന്റെ പ്രതീകമെന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രാവ് പരിശുദ്ധമല്ല, ഒരു പ്രതീകം മാത്രമാണ്. ആ പ്രാവിയുടെ അഴികാത്ത പക്ഷിപ്പ് ആത്മാവ് പട്ടക്കരയിൽ ഈ 8-ാം മാസം ജനങ്ങളെ പ്രവചിക്കുക, സഭയെ നോക്കി പ്രവചിക്കുക, വിശ്വാസത്തിൽ ഭംഗമല്ലാതെ ഇന്നും തുടരുന്ന ജനങ്ങളെ നോക്കി പ്രവചിക്കുക. ഹല്ലേലൂയ. പക്ഷിപ്പിന്റെ അഭിഷേകം ശക്തമായി ഒഴുകാൻ വേണ്ടി നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് മാത്രമല്ല, എപ്പോഴും 10 കമ്പിയുള്ള വീണ കൊണ്ട് കൈത്താളങ്ങളോട് അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ചെയ്യുന്ന സ്തോത്രം എന്നും ചെയ്യണം, എപ്പോഴും ചെയ്യണം. അമേ കണ്ണാടി നോക്കി പറയണം ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. നിങ്ങളെ നോക്കി നിങ്ങൾ പറയണം നിങ്ങളൊരു അനുഗ്രഹം. അപ്പൊ സാഹചര്യം പറയും ഓ എന്നാ അനുഗ്രഹം. ഈ മേഖല സൗഖ്യമാണ്, ബുദ്ധി സൗഖ്യമാണ്, സൗഖ്യമായി തുടരണം. മനസ്സ് സൗഖ്യമാണ്, സൗഖ്യമായി തുടരണം. തുടരുമ്പോൾ വിടുതലാണ്. 110 കിലോ വെയിറ്റും 6 അടി പൊക്കം ഉണ്ടെങ്കിലും ഉദാഹരണമാണ് മെന്റലി ഡൗൺ ആയാൽ പോയി. അത്രയൊന്നും വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും കാലേബപ്പച്ചാനെ പോലെ അച്ഛനെ പോലെ അത് നിങ്ങളുടെ സീനിയർ ക്ലാസ്സായ റോഹിച്ചാനെ പോലെ ഇപ്പൊ 73 എന്ന് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല.
കാലം 85 വയസ്സിൽ പറഞ്ഞത് പിടിക്കാവോ. ഈ അഭിഷിക്തന്മാരെ സംബന്ധിച്ച് പണം രണ്ടാമത്തെ കടവ്, അത് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അഭിഷിക്തന്മാരെ സംബന്ധിച്ച് വേണ്ടത് ദൈവം കൊടുത്ത ദർശനത്തിന് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കലകൾ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പണം വരും, പണം ഒഴുകും. പക്ഷെ ഒരുമിച്ച് നിൽക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. എവിടെയും കുറവുകളുണ്ട്, എല്ലാ സഭയിലും കുറവുകളുണ്ട്, എല്ലായിടത്തും കുറവുകളുണ്ട്. കുറവില്ലാത്തൊരു സഭയെ ഒഴുകിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറവില്ലാത്ത കൂടാ അല്ലെ പിന്നെ ഒരാൾ മാത്രമായിരിക്കണം സഭയിൽ. കുറവൊന്നും കാണും. കുറവെല്ലായിടത്തും, പക്ഷെ കുറവ് മാറ്റാൻ കഥാവും. ചിലത് പാട്ട് നല്ലതായിരിക്കും, ചിലത് പ്രസംഗം നല്ലതായിരിക്കും, ചിലത് ബുദ്ധിമുട്ട് നല്ലതായിരിക്കും. എല്ലാം ശരിയാകുന്നത് വിശ്വാസം ശരിയാകുന്നത് എല്ലായിടത്തും കുറവുണ്ട്. കുറവുള്ളിടത്ത് നിറവാകാനാണ് എല്ലാവരും. കുറവുള്ളിടത്ത് ഓടിപ്പോകാനല്ല, ആ കുറവ് നികത്താനാണ് നിന്റെ മേൽ. നിങ്ങളിലൂടെ ചില നിറവുകൾ ഇവിടെ വരാനുണ്ട്. ചിലരോട് പറയും, ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഒരു സമയത്തെ പോകാൻ പറ്റത്തുള്ളൂ, പോയി സമയം എല്ലാവർക്കും അങ്ങനെ. പക്ഷെ നിങ്ങൾക്കും അതുപോലെ തന്നെ. നിങ്ങൾ ചിലടത്ത് സഭയുടെ നിറവാണ്, സാക്ഷിയാണ്. ദൈവം നിങ്ങളെ കണ്ടിരിക്കും. ഹല്ലേലൂയ. തിരുവചനങ്ങളെ തിരിച്ചറിയുക. ശിശുപ്പാണ് ബുദ്ധിയെ തുറന്നുപോലെ കർത്താവിന്റെ ഹിതപ്രകാരമുള്ള വെളിപ്പാടുകളാൽ നിറയാൻ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മുടെ മുഖം പാടത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ അപ്പൊ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് മറക്കരുത്. മിക്കവാറും ഉള്ള വിഷമം എല്ലാവരുടെയും ഈ ഭൂമി കൊണ്ടുള്ളതാണ്. കുടുംബം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളതാണ്. ഈ കുടുംബം ഉണ്ടാകുന്നതിന് മുമ്പ്, ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുമ്പ് എല്ലാവരും ചിന്തിച്ചോളൂ, നമ്മളെല്ലാം തമ്പുരാൻ എന്നെ കണ്ടോ. പിന്നല്ലേ കുടുംബത്തെ നമ്മൾ കാണാൻ തുടങ്ങി. അമ്മനെയും അമ്മയും മക്കളുള്ളവരും ഏതാ എൻ്റെ തമ്പുരാൻ, നമ്മുടെ തമ്പുരാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് നമ്മളെ കണ്ടോ. ആ അപ്പച്ചനുമായിട്ടായിരിക്കണം കൂടുതൽ സംസാരം. അങ്ങനെ ആകുമ്പോൾ 32 കൊല്ലോ 30 കൊല്ലോ ഇപ്പൊ 28 ഉള്ളതിന് കുഴപ്പമില്ല, അത് തുറന്ന് നമുക്ക് ചിരിക്കാൻ പറ്റും. അപ്പൊ ചിലർ ചോദിക്കും, നിങ്ങളുടെ പേര് പറഞ്ഞു, ഇന്നലെ വരെ നിനക്കൊരു മുഖത്തൊരു ഡൗൺ ആയിരുന്നു, എല്ലാ കാര്യവും ഓക്കെയാണ്. അല്ല, വെളിപ്പാടകത്ത് കയറി. ഈ വെളിപ്പാടകത്ത് കയറിയത് കൊണ്ടാണ് കാരാഗ്രഹ ലേഖനം എഴുതുവാൻ മുഖാന്തരമായതിനകത്ത് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത് സന്തോഷിക്കാൻ. വീട്ടു തടങ്കിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനങ്ങളുടെ അകത്ത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയാം സന്തോഷിക്കാൻ. ഇയാൾക്ക് വട്ടുണ്ടോ? ഇയാൾക്ക് വട്ടുണ്ട്. ഇയാൾക്ക് അറിയാം ആരാ വിളിച്ചത്. അയ്യോ, നമ്മളെ വിളിക്കാൻ ആരെയും ഉപയോഗിക്കാം, പക്ഷെ വിളിച്ചത് ദൈവം. അവരൊരു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം വിളിച്ചത് ദൈവം. കിട്ടിയില്ല. ഇന്നലെ നിനക്ക് 5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, ആരെങ്കിലും തന്നോ? ഇല്ല. ഒരു വെളിപ്പാടുണ്ട്. അമർത്തി കുലുക്കിയ അളവ് മടിയത്തില്ല. പക്ഷെ ഈ വെളിപ്പാട് സ്വീകരിക്കുന്നവരോടെ പറയാമോ? മാറിയിരുന്ന് കളിയാക്കുന്നവരോട് പറയരുത്. ആ നിലവാരത്തിലെത്തിയവരോട് പറയുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലെ പറയാം നമുക്ക് വട്ടുപിടിച്ചെന്ന് പറയും. മനസ്സിലായി? സ്പിരിച്വൽ മെച്യൂരിറ്റി എല്ലാ സഭയിലും വ്യക്തികളിൽ വ്യത്യാസമുണ്ട്. ചിലർ ഇന്നും ശൈശവത്തിലാണ്, ചിലർ ഇന്നും കൗമാരത്തിലാണ്, അല്ല ചിലർ ബാല്യത്തിലാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. വാർദ്ധക്യമെന്ന് ഞാൻ പറയുന്നില്ല, ക്രിസ്തുവിന്റെ തലയോടുള്ള പുരുഷത്വം. ഈ ശൈശവം, ബാല്യവും കൗമാരമാണെന്ന്, കൗമാരം വരെ പോകണ്ട, ശൈശവം ബാല്യമാണ് ഓർത്താൽ മതി. കൊച്ചുകുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന പോലെ അവനെന്നോട് മിണ്ടിയില്ല, അവനെന്നെ തൊട്ടില്ല, അവനെ കണ്ടില്ല, അവനോട് മിണ്ടിയില്ല, അവളെന്നോട് വിളിച്ചിട്ട് 10 വർഷവും 15 വർഷമായിട്ട് ഇതാ പരാതിയെങ്കിൽ ശിശുവാണ്. തലോടാനേ പറ്റത്തുള്ളൂ. ആഴമായിരുന്നു മനസ്സിലാകത്തില്ല. ഇവിടെ ഇരിക്കുന്നവർ ശൈശവക്കാരല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. ഇവിടെ ഉള്ളവരെ അതറിയാം, ബാലകന്മാരുടെ നിലവാരമല്ല, കൗമാരമല്ല, ആ യഥാർത്ഥ യൗവനം. ഒറ്റയ്ക്ക് വന്നവരോട് കുടുംബത്തിൽ ചെല്ലുമ്പോൾ അച്ചായൻ ചോദിക്കണം, എന്താണ് പഴയതുപോലെ അല്ലല്ലോ, ഭയങ്കര സന്തോഷമാണല്ലോ അച്ഛാ, എന്നെ വിളിച്ചതാണെന്ന് ഞാൻ ഓർമ്മ. ആ കർത്താവ് ഞാനുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ അനുഗ്രഹിക്കും. ഈ പുള്ളിയെ ദൈവം തൊട്ടു. കുറയേണ്ടത് മോനെ ആണേലും മരുമോനെ ആണേലും കൊച്ചുമക്കളെ ആണേലും ദൈവത്തോടും. തിമോത്തിയോസേ, നിന്റെ വിശ്വാസം നിന്റെ വല്യമ്മയെ കണ്ടത്. അമ്മേനാമേ, അതിന്റെ അടയാളമാ ഇപ്പൊ നീ എന്റെ ശിഷ്യനായി തീർന്നത്. ഇതുപോലെ ചിലർ സഭയുടെ ഭാഗം, ചിലരുടെ കൊച്ചുമക്കൾ, ചിലരുടെ കൊച്ചുമക്കൾ അസാധാരണമായി വിളിക്കപ്പെടും.
കൊച്ചുമക്കൾ ഭയങ്കരമായി പിടിക്കപ്പെടും. മക്കളായി കൊച്ചുമക്കളാകാത്തവർ പറയാം നിങ്ങളുടെ മക്കൾ പിടിക്കപ്പെടും. ഇനി അതിലൊരു വിഷമം വേണ്ട. ഹല്ലേലൂയ. തിമോഥെയോസേ, നിന്റെ വല്യമ്മ, പേര് വരെ പറയുന്നുണ്ട് വല്യമ്മയുടെ, അങ്ങനെ ചിലരെ പറയും. ഹല്ലേലൂയ. ഈ പരദേശ യാത്രയിൽ തന്നെ ബയോളജിക്കലി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആകട്ടെ, ചിലർക്ക് ബയോളജിക്കലി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് കാണത്തില്ല. അവരോട് പറയാം അനേക ആത്മാക്കളെ നേടുന്നവരായി നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് ബയോളജിക്കലി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആണെങ്കിലും ഒരാൾ അമേരിക്ക, ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ UK, ഒരാൾ കാനഡ, 5 പിള്ളേരുണ്ടെങ്കിൽ അപ്പനും അമ്മയും കൂടെ 1 റൗണ്ട് ഓടിച്ചിട്ട് 1 വർഷം കഴിയും. ചാറ്റിയ മക്കൾ അതുപോലല്ല, അതിനേക്കാൾ ബയോളജിക്കൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സും അഭിഷേകത്തിൽ ശക്തിപ്പെടട്ടെ, അതുപോലെ ആത്മീയ മക്കളും പിടിക്കപ്പെടട്ടെ. പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ, സഭ സകലത്തിൽ. സഭയുടെ വെളിപ്പാടുള്ള ഒരുത്തന മാൾട്ടയിൽ പോയി നിന്നത്, ആ വെളിപ്പാടുള്ളവൻ അനലിയെ തുടങ്ങി, ആ ദേശം പിടിക്കപ്പെട്ടു. എന്നും അനലി എന്ന് പറയുന്ന ഒരു വ്യാപാരം മാൾട്ടയിലില്ല. അവർക്കല്ല നമ്മളോട് പോരാട്ടം, നമ്മക്കാണ് അതിനോട് പോരാട്ടം. ഏതിനോട് രഹസ്യ ലേഖനം മാറി പറയുന്നത് പോലെ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്തരാല ലോകത്തിന്റെ അധിപതികളോടും സ്വർലോകത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദുഷ്ടാത്മ സേനയോട് ഇതിനോട് നമുക്കൊരു പോരാട്ടമുണ്ട്. ഇതിനെ നമുക്ക് ജയിക്കാം, അഥവാ സഭയ്ക്ക് ജയിക്കാം. സഭ അന്നും ഇന്നും ജയിക്കും. സഭയെ കുറിച്ചുള്ള ദൈവഗതി നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ട് പത്രോസിനെ പിടിച്ചു. യെരുശലേം സഭയുടെ കൗൺസിലറൊക്കെ ആയിരുന്ന അവർ പത്രോസിനെ ദൈവമല്ല, അല്ലെങ്കിൽ ഹെരോദാവിലൂടെ ചിലർ പിടിച്ചു. ആരെയും പിടിച്ചാൽ, ആരെയും തൊട്ടാൽ ദൈവം ഇതിനെക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സഭയുടെ ഭാഗമായവനെ പിടിച്ചാൽ, അവനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ സഭയിൽ പെട്ട ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. യെരുശലേം സഭയുടെ അധ്യക്ഷനായിട്ട് ഇരുന്ന ആളാ പത്രോസ്. അങ്ങനെയാണെങ്കിൽ റോബി പാസ് ഈ സഭയുടെ അധ്യക്ഷൻ എന്നുള്ള സീനിയർ പാസ് ആണല്ലോ. ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ പീറ്ററിനെ തൊട്ടപ്പോൾ കർത്താവ് ഇറങ്ങിയെങ്കിൽ പാസിനെ തൊട്ടാലും പറഞ്ഞു. അത് മാത്രം നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് റിയലി നിങ്ങളുടെ പാസ്റ്ററോട് സ്നേഹമുണ്ടോ? ഉണ്ട്. ഈ 3-4 വർഷം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്ന ആളിനെ എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ റിയലി വരുന്ന ആള് അവിടെ നിൽക്കുന്ന ആളിൻ്റെ ബന്ധുവാണെന്നുള്ളത് അറിയാൻ വലിയ കാലവും വേണം. പ്രത്യേകിച്ച് അമ്മയോ അപ്പനോ ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ഈ ബന്ധമുണ്ടോ എന്നുള്ളത് അറിയിക്കണം. പാസ്വേഡ് മാത്രമല്ല, ചില സഹോദരന്മാരോടും പറയുക, ചെയ്യുന്നതിൻ്റെ അകത്തെല്ലാം വീട്ടിൽ ഭാര്യയോട് നല്ലതാണെന്ന് പറയണം. എല്ലാത്തിനും കുറ്റം പറയരുത്. അവർ തരുന്നത് കൊണ്ട് ഇത്രയെങ്കിലും കഴിക്കുന്നു. ഹല്ലേലൂയ. കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെന്ന് പറയാം. കൊള്ളാവും, ആവും, ശരിയാവും. ഹല്ലേലൂയ. തിന്മയെ നന്മയാൽ ജയിക്കുക. തിന്മയെ നന്മയാൽ ജയിക്കുക. അപ്പോൾ പീറ്ററിന്റെ കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി പ്രവചിക്കുക, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. ഹല്ലേലൂയ. തീർന്നത്. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. ഈ സഭയെ കുറിച്ചുള്ള ദൈവപദ്ധതി തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് പരിശുദ്ധന്മാരോട് പറഞ്ഞ ദൂത, ഈ പട്ടണത്തിൽ ആരംഭിച്ച പല പ്രവർത്തനങ്ങളും പലരിലൂടെ ഉള്ളത് അഭിഷേകത്തിൽ ചലിക്കപ്പെട്ടതെന്ന് പറയുന്നതൊക്കെ നിന്നുപോയി, അല്ലെങ്കിൽ വചന വ്യവസ്ഥയിൽ നിന്നും പലരെ ഇറങ്ങി തിരിച്ചതിടത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി. അതും പ്രകാരം ഒത്തിരി പേർക്ക് മുറിവേറ്റു. പലരും ആചാരങ്ങൾ തിരിച്ചുപോയി. എന്നിട്ടും സഭയെ നിർത്തി. 2+7=9 സഭയുടെ വാക്തത്വങ്ങൾ ഡെലിവറി ഉണ്ടാകും. തീർക്കാൻ പലതവണ പത്രോസിനെ പദ്ധതിയിട്ടതുപോലെ ഇവിടെയുള്ള വാക്തത്വങ്ങളെ മുരടിപ്പിച്ച് കെട്ടി വെട്ടി മാറ്റാൻ ഫിസിക്കലിയുള്ള അറ്റാക്കിനപ്പുറമായുള്ള മണ്ഡലങ്ങൾ ചലിക്കപ്പെടും. ദൈവം നിർത്തി. എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ ആരംഭം മുതൽ പറയും. റിവീൽ ചെയ്യും. നിർത്തിയത് ദൈവമാണ്. എല്ലാവർക്കും പുതിയൊന്ന് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ഉള്ളതിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ അനുഗ്രഹം ഭയങ്കര. ഫൈവ്ഫോൾഡ് മിനിസ്ട്രിയിലെ യഥാർത്ഥ ശുശ്രൂഷ എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പാസ്റ്റർ അറിയാം.
അപ്പോസ്തലന്റെ ദൗത്യം, പ്രവാചകന്റെ ദൗത്യം, സുവിശേഷകന്റെ ദൗത്യം, ഇടയന്റെ ദൗത്യം, ടീച്ചറിന്റെ ദൗത്യം അറിയാവുന്ന ഒരു സഭയായിരുന്നു. നിങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കി സെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ആത്മാക്കളെ കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഇടയന്റെ കയ്യിലുള്ള കോലുകൊണ്ട് ചിലപ്പോൾ പിടിക്കും. നയിക്കാൻ മാത്രമല്ല വഴി, ട്രാക്കിൽ ഇടാനും. പിന്നെ കൗലിടയൻ വന്ന് പോളിഷ് അടിച്ച് കൊണ്ടുപോയി. യഥാർത്ഥ ഇടയൻ എണ്ണ കൊണ്ട് ആടിനെ ഈ മസാജ് ചെയ്യും. അത് വചന ശുശ്രൂഷയാണ്. അപ്പം കൗലിടയൻ പോളിഷ് അടിച്ച് കൊടുത്തു. പണ്ടൊരു ദേവദാസൻ പറഞ്ഞു, പുറമേ ഉള്ളത് കണ്ട് മാത്രം സംസാരിക്കുന്ന ഒരാൾ വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിൻ്റെ ചർച്ച വന്നു. അബദ്ധത്തിൽ വിളിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാളെ കണ്ടിട്ട് ഭയങ്കര സംഭവമാണ്. പുറമേ ഉള്ള പ്രകടനം വെച്ചിട്ട് വലിയ കാര്യമൊന്നും പറഞ്ഞു. സത്യത്തിൽ അത് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയും, അവൻ ചന്ദ്രനിൽ പോകുമെന്ന് ആ പുള്ളി പറഞ്ഞത്. വലിയ കാര്യം. ഇവൻ ചന്ദ്രനാണോ ചാണാക്കുഴിയിലാണോ എന്ന് എനിക്ക് അറിയത്തുള്ളൂ. മനസ്സിലായി? കർത്താവ് കഴിഞ്ഞാൽ ദൈവം അതുപോലെ വെളിപ്പെടുന്ന പ്രവാചകനും അവിടെ ആക്കി വെച്ച പാസ്റ്ററിനെ ദൈവം കഴിഞ്ഞാൽ പലതും അറിയുന്നു. ദർശനത്തിനുള്ള ചുമൽ കൂടി അനുഗ്രഹമായി. നമ്മുടെ വാക്കത്വം ഭയങ്കര വാക്തത്വങ്ങൾ ഒത്തോളം സംസാരിക്കും. ഈ പട്ടണത്തിലെ സ്ട്രീറ്റുകളിൽ തങ്ങി നിൽക്കുന്ന ചില ദുഃഖത്തിന്റെ അവസ്ഥകളെ നിങ്ങൾ ബ്രേക്ക് ഔട്ട് ചെയ്യും. ഈ ഏരിയകളിൽ നിൽക്കുന്ന ഒരു പരിധിക്കപ്പുറം കുമ്പിളിയോസന്മാരുടെ വീടുകളിൽ പുറക്കത്തിൽ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ നിന്ന് കിടക്കുന്നു. ആ മണ്ഡലമാണ് ഓരോസിലൂടെ അപ്പോസ്തലപ്രവൃത്തി 28 ആത്മാ പൊട്ടിച്ചത്. അത് ഏരിയകളിൽ വാഴുന്ന സ്പിരിറ്റ് അതിന് വേണ്ടി ജയമുണ്ടാവും. യെരൂശലേം സഭയുടെ അധ്യക്ഷനായിരുന്നവനെ കൊണ്ടിട്ടപ്പോൾ തമ്പുരാന്റെ പദ്ധതി തീരാഞ്ഞതുകൊണ്ട് തമ്പുരാന്റെ പദ്ധതി തീർന്നില്ല. അത് പത്രോസ് തിരിച്ചറിയുകയും ചെയ്തു. തമ്പുരാന്റെ പദ്ധതി തീർന്നിട്ടില്ലെന്ന് തമ്പുരാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും അത് പറയണം. ഇയാൾ ആരും മാറിയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. 3.5 വർഷം തമ്പുരാന്റെ കൂടെ നടന്നിട്ടും വലിയ മാറ്റമൊന്നും ശീമോന് വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് തമ്പുരാനെ പിടിക്കാൻ വന്നവന്റെ വാൾ വീണിട്ട് ഒരുത്തന്റെ കാതർത്തത്. ആ സമയത്ത് പിശാച് വീണ്ടും വീട്ടിലൂടെ കയറിയതാണ്. അപ്പത്തന്നെ യേശു അവനെ സൗഖ്യമാക്കി. അറിയോ? അതായത് ക്രിമിനൽ കേസിലായിരിക്കും യേശു പിടിക്കപ്പെട്ടു പോകുന്നത്. മനസ്സിലായോ? ചില സ്നേഹങ്ങൾ ലീഡർഷിപ്പിന് പണിയാണ്. ലീഡർഷിപ്പ് പറയാതെ മൂർച്ച തന്നെ ചെയ്യും. അപ്പത്തന്നെ പരിഹാരം യേശുവിനോട് വരുന്നത് കൊണ്ട് ചില വിഷയങ്ങൾക്കൊക്കെ നീക്കുപോക്കും ശമനമൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് നിങ്ങൾ ചിലത് പറഞ്ഞു. അപ്പൊ പിടികിട്ടിയോ? ആ ആള് മാറിയത് കൊണ്ടാണ് ഇന്ന് പിടിക്കാൻ വന്നപ്പോൾ എടാ കൊണ്ടുപോകും. ഞാനിപ്പോഴത്തെ തീരത്തില്ല. പത്രോസിന്റെ ഇപ്പോഴത്തെ മനോഭാവം ഞാനും തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞവൻ തള്ളി പറഞ്ഞില്ല. ശൂന്യതയുടെ നടുവിൽ ഇവൻ നിറവ് കണ്ടതാ. ഗെന്നസറേത്ത് തടാകത്തിന് നടുവിൽ. ലൂക്കോസ് 5, ലൂക്കായുടെ സുവിശേഷം 5. അങ്ങനെ പറയുമ്പോഴാണല്ലോ നമുക്ക് ഇച്ചൂടെ മനസ്സിലാകുന്നത്. ലൂക്കായുടെ സുവിശേഷമെന്നോ ലൂക്കോസ് സുവിശേഷമോ 5-ാം അധ്യായത്തിൽ ശൂന്യതയുടെ നടുവിൽ നിറവ് കണ്ടത്. 3.5 വർഷം ഒരു മഞ്ഞവും ഇല്ല. യേശു ഉള്ളപ്പം നിറവാണ്. യേശു ഉള്ളപ്പം നിറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നിറവിന്റെ മണ്ഡലത്തെ വിളിക്കണം. ദൈവമഹത്വത്തിനായി വിളിക്കണം. അത് ദൈവപദ്ധതി പ്രകാരമുള്ള ദൈവ ടൈമിൽ ദൈവം ഉണ്ടാകും. ഹല്ലേലൂയ. ആര് തള്ളി പറഞ്ഞാലും ആര് പറയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കോഴി പോകുന്നതിന് മുമ്പ് ഇവൻ എത്ര വർഷം പറഞ്ഞു? ഇയാൾ ആളെ കൊണ്ടുവരുവാനും എടുക്കാൻ ആളെ തിരിച്ചു കൊണ്ടുപോകാനും എടുക്കും. അതാ ആളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അന്ത്രയോസാണ് പീറ്ററിനെ കൊണ്ടുവന്നു. പീറ്ററാണ് കുറെ പേരെ കൊണ്ടുവന്നത്. 3.5 വർഷം കൂടെ നടന്നവൻ 3 ദിവസം വെയിറ്റ് ചെയ്തു. എന്തുപേക്ഷിച്ചോ അതേ പടവും വലയെടുത്തു. തിബരിയാസിന്റെ കടൽക്കരയിലേക്ക് പോയി. യോഹന്നാൻ സുവിശേഷം. എന്നിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോൾ ഗെന്നസറേത്ത് തടാകത്തിന് അതേ അവസ്ഥ. ഇവന്മാരെ തേടി യേശു വന്നു. പദ്ധതി ഉള്ളതിനെ തേടി യേശു വരും. സഭയെക്കുറിച്ച് പദ്ധതിയുണ്ട്. സഭ എന്ന വിഷയത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ആരുടെ മുമ്പിലെ വാതിൽ തുറക്കുന്നത്? സഭയുടെ മുമ്പിൽ. ആരുടെ മുമ്പിലെ വാതിൽ തുറക്കുന്നത്? പദ്ധതിയുള്ള സഭയുടെ മുമ്പിൽ. ആരുടെ പദ്ധതിയുള്ള പീറ്ററിനെ തേടി, യോഹന്നാനെ തേടി യേശു വന്നു. തിബരിയാസ് കടൽക്കരയിൽ കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ല വന്നു. പീറ്ററിനെ പിടികിട്ടിയില്ല. യേശു സ്നേഹിച്ച ശിക്ഷ പറഞ്ഞത് യേശുവാണ്. ഹല്ലേലൂയ. ചിലരുടെ ശബ്ദം ദൂരേന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് പിടികിട്ടും. ഒന്നീ അത് സ്നേഹിക്കുന്നവരാ, അല്ലെ ശത്രുക്കൾ. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഈ ശബ്ദം അറിയാൻ പറ്റുള്ളൂ. സ്നേഹിക്കുന്നവൻ പറഞ്ഞു അത് യേശുവാണ്. യേശു പറഞ്ഞു അവരോട്ട് വീശിക്കോളാം. പൊട്ടാത്ത, വല പൊട്ടിക്കാത്ത 153 വലിയ മീനുകൾ. ഞാൻ അതുപോലെ പ്രവചിക്കുക. പൊട്ടാത്ത ഒരു 153 കയറട്ടെ. വചനത്തെ പ്രവചനമായിരിക്കും. പൊട്ടാൻ പറ്റാത്തൊരു 153, 300, 350, 400, 450, 500, അത് കഴിഞ്ഞ് 200, 1000 ഒക്കെ ആകാൻ കിടക്കുന്നു. ഒറ്റയടിക്ക് 500 താഴോട്ട് വലിച്ച മണ്ഡലത്തെ പൊട്ടിച്ചുകൊണ്ട് വീണ്ടും 153 അപ്പുറത്തേക്ക്, അത് 350, 450 ആകാൻ ദൈവമഹത്വത്തിനായി സഭ ദേശത്ത് പടരാൻ അത്ര ഓടി വന്നു. ആദ്യം സെൽഫ് എഴുന്നേറ്റു, സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. അവസാനം പിടിച്ചു നിന്നില്ല. നീ സകലവും അറിയുമെന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ടവൻ പെന്തക്കോസ്തിലെ മാളികയിൽ എഴുന്നേറ്റ് 3000 പേർ രക്ഷിക്കപ്പെട്ടു. അല്ല, അപ്പോസ്തല പ്രവൃത്തി 12 വരുമ്പോ പിടിക്കാൻ വന്നവർ കൊണ്ടുപോടാവേ, നീ ഒന്നും കൊണ്ടുപോയാലൊന്നും നീ ഒന്നും താങ്ങത്തില്ല എന്നെ. എന്റെ വലുപ്പം കൂടുതലോ വിദ്യാഭ്യാസ കൂടുതലോ എന്റെ നിറത്തിന്റെ ഗുണമോ വലുതോ ഒന്നുമല്ല. ഞാൻ മുക്കുവനായിരുന്നു പണ്ട്. അവൻ കടപ്പുറത്ത് വല വീശിക്കൊണ്ട് നടന്നവനാ. യേശുവിന്റെ ശിഷ്യനാ. അതിലെ ഗമേലിയക്കൻ പറഞ്ഞൊരു പദമുണ്ട്. അതിലെ ഞാനും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചവന്റെ കരത്തിൽ പിടിച്ചവനെ എഴുന്നേൽപ്പിച്ചപ്പോ ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ട് ഈ നാമത്തെ അശേഷം ഉപദേശിക്കരുതെന്ന് പറഞ്ഞപ്പോ, ദൈവത്തെക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് തരത്തിലെന്ന് പറഞ്ഞപ്പോ ഗമാലിയേൽ പറഞ്ഞൊരു പദമുണ്ട്. ഇത് ദൈവത്താലാണെങ്കിൽ ആർക്കും ഇതിനെ തച്ചുടയ്ക്കാൻ കഴിയത്തില്ല. രണ്ട് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടു. കറക്റ്റ്, 2 ചങ്ങലകൾ. കുറച്ചു നേരം ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ ഒരു അരമണിക്കൂർ നിന്ന് പോകാം. നല്ല സുഖമാണ്. രണ്ട് ചങ്ങലകളാൽ കൈയും കാലും എല്ലാം ബന്ധിക്കപ്പെട്ടു. എന്നിട്ടും പുള്ളി എന്തോ ചെയ്തു? കള്ളമാണോ? ഉറങ്ങിയോ? വർഷങ്ങൾക്ക് പുറകെ ഞാൻ തിരുവല്ലയിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ ഈ ഭാഗം എടുത്തു. ഈ ഭാഗം എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, എടാ പിന്നെ അവൻ ഉറങ്ങാൻ കാരണം എന്ന് പറയും. ഒന്ന്, എൻ്റെ പദ്ധതി അവൻ അറിയാമോ? ഈ ചങ്ങല കൊണ്ട് അവൻ തീരത്തില്ലെന്ന് അവൻ ഉറപ്പ്. ചങ്ങല നോക്കി പ്രവചിക്കുക. നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വിഷയമുണ്ട്, നിങ്ങൾ ഒതുങ്ങിപ്പോകും. അതിന്റെ മേൽ നിങ്ങൾക്കൊരു യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാമ്പത്തിക മണ്ഡലത്തിൽ ശാരീരിക മണ്ഡലത്തിൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ. രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. ഞാൻ ആ ഭാഗം ആ ബ്രദറിനെ മൈക്കെടുത്ത് പിടിച്ചിട്ട് കാണിച്ചു. കർത്താവ് പറഞ്ഞു, ഒന്നുകൂടെ നോക്കിയിടാം. നോക്കി എന്തുവാ കാണുന്നേ? കുരിശ്. അപ്പൊ അവിടെ കിടന്നവൻ ആരെയാണ് ധ്യാനിച്ചത്? ക്രൂശിൽ കിടന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നെ. 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നവൻ സുഖമായി സ്വസ്ഥതയോടെ ഡിവൈൻ റെസ്റ്റോടെ ഉറങ്ങാൻ കാരണം ക്രൂശിൽ കിടന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വചനത്തെ അവൻ ധ്യാനിച്ചപ്പോ കൈകാലുകൾ കടൽച്ചൊടിഞ്ഞു പോകേണ്ട സ്ഥാനത്ത് ക്രൂശിൽ കിടന്നവരെ ധ്യാനിച്ചപ്പോ അവന്റെ ഭാരം കർത്താവ് എടുക്കും. 1 പത്രോസ് 5:7. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതായ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ
പറഞ്ഞിട്ട് പ്രാർത്ഥനാ പായിൽ എഴുന്നേറ്റ് വരുമ്പോ വീണ്ടും കുറച്ചൊക്കെ എടുത്തോണ്ട് പോയ കർത്താവ് ചോദിക്കും, മോനെ ഞാൻ നിന്നെ ഓർക്കണമെങ്കിൽ, ഞാൻ നിന്നെ മറക്കാതിരിക്കണമെങ്കിൽ എന്റെ നോഹ ചെയ്തതുപോലെ നീ ചെയ്യണം. എന്താ നോഹ ചെയ്തത്? 36 കിടക്കൊണ്ട് പാഠം വായിപ്പിക്കുന്നില്ല. നോഹ ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ അവൻ ചെയ്യും. നീ എന്റെ മേലൊരു വിഷയം, പ്രാർത്ഥനാ വിഷയം കൈമാറിയിട്ട് നീ അതെടുത്തെന്ന് നടക്കരുത്. സ്തോത്രം പറഞ്ഞു. ഭയങ്കര പവർ സ്തോത്ര പ്രാർത്ഥനയ്ക്ക്. ഹല്ലേലൂയ. സുവിശേഷകയാണ് അങ്ങേരുടെ കർത്താവിലേക്ക് നേരിടുവാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾക്കുപരിയായി ഒന്ന് കർത്താനായി യേശുവിന് വേണ്ടി അങ്ങേരെ നേടാൻ ഒരു സുവിശേഷക വിളി കിടപ്പുണ്ട്. അതിൽ പക്ഷെ സാഹചര്യങ്ങളെ കൊണ്ട് പൊങ്ങാൻ പറ്റാതെ ചില മണ്ഡലങ്ങൾ നിൽപ്പുണ്ട്. അത് പൊട്ടിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ചിന്തയിൽ നീ മരിച്ചവളെ പോലെ ആകേണ്ട സാഹചര്യങ്ങളിൽ മരണക്കുറിപ്പ് എഴുതിവെച്ച് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച് വർഷങ്ങൾക്ക് പുറകിൽ നിന്റെ മരണത്തിൻ്റെതായ ചിന്തകളെ പൊട്ടിച്ച് നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചം അടിപ്പിച്ച അതേ ആത്മാവ് ദൂതമായ നിന്റെ കുടുംബത്തിന്റെ ഒരു വെളിച്ചം അടിപ്പിക്കാൻ ഒരു നിയോഗമുണ്ട്. ഒരു സുവിശേഷ നിയോഗം 18 വർഷങ്ങൾക്ക് പുറകിൽ ചെമ്പരയിൽ തട്ടിപ്പോകുന്ന വെള്ളം പോലെ സകല മേഖലകളിലും സകലതും ഒഴിഞ്ഞുപോയി, സകലതും തീർന്നുപോയി. ഒന്നും ഒരു മേഖലയിലും സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കെ ചില തീരുമാനങ്ങൾ വീർപ്പുമുട്ടി ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് 18 വർഷം പുറകിൽ മുതൽ ഇന്ന് വരെ നിന്നെ നിർത്തി ആത്മാവ് പറയാ, ഒരു പ്രവൃത്തിക്കായി നീ ഏൽപ്പിച്ച ചില ഇരുട്ടിയ ശക്തികൾ നിന്നെ വിട്ട് മാറി, നിന്റെ കുടുംബത്തെ വിട്ട് മാറി. ചില മദ്യപാനമായ വ്യക്തികൾ അറിയപ്പെടുവാൻ, ചില കുടുംബങ്ങളെ വിടുതലുകൾ ഉണ്ടാകുവാൻ, ദൈവത്തെ ഉപയോഗിക്കുവാൻ ആ പ്രാർത്ഥനയിൽ തുടരുക. അവസ്ഥ മാറും. ഇതിനോ അവസ്ഥ മാറും. വ്യവസ്ഥയിൽ തുടരുക. എല്ലാവരും പറയും അവസ്ഥ മാറും, വ്യവസ്ഥയിൽ തുടരുക. എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ച് തുടരാൻ ഒരു കൃപ അധികമാണ്. ഹാപ്പി ജോയ്ഫുൾ അനോയിന്റിംഗ് ജീവിതത്തിന്റെ എല്ലാ തുറമുഖത്തും ഉണ്ടാവും. കമുകിനെ ആരും വെട്ടത്തില്ല, തേക്കിനെ വെട്ടും. കാരണം അത് കാതലുള്ളതുകൊണ്ട്. അപ്പൊ കമുക് ചിരിക്കും. കമുകെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ പോകുന്നവരും ഒറ്റക്കുടിയിലൂടെ പോകാത്തവരും ഒക്കെ ചിരിക്കും. ഇതിനൊക്കെ എന്തായിരുന്നു? പക്ഷെ അതിന് കാതൽ സിസ്റ്റർ, നിനക്ക് കാതലുണ്ട്. ദൈവം കാണുന്നതിന് കാതലുള്ള വിളിയുള്ള ഒരു സഹോദരിയായിരുന്നു. കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? ഇവിടെ ഇല്ല. വിശ്വാസത്തിലുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിലുണ്ടോ? ആണ്. അതുകൊണ്ട് വെട്ടല്ല. നിന്റെ വിളി വലുതാ, നിന്റെ നിലനിൽപ്പ് ഭയങ്കരമാണ്. നിന്റെ വിളിയുടെ വിളി ജോലി അനുഭവിക്കുക, അതായത് സന്തോഷിക്കാനുള്ള വിളിയാണ്. പക്ഷെ സാഹചര്യങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ ആഴത്തിൽ ഇറങ്ങാൻ ദൈവം സഹായിക്കും. കാല് കല്ലിൽ തട്ടി പോകാതിരിക്കരുത്. അവൻ നിന്നെ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ച് കരങ്ങളിൽ വഹിക്കും. ഒന്നല്ല പലതവണ നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതെ നിന്റെ യാത്രയിൽ നിന്നെ വഹിച്ച ദൈവാത്മാവ് ദൂത് പറയുക. അല്ലെങ്കിൽ മെന്റലി, സ്പിരിച്വലി, ഫിസിക്കലി ഹീലിംഗ്, ഡെലിവറൻസ് നിന്നിൽ, നിന്റെ ജീവിതത്തിൽ ആത്മാവ് ചെയ്യും. 2012-13 നിന്റെ ലൈഫിൽ പല മേഖലകളിൽ ക്വസ്റ്റ്യൻസുകൾ നീ നേരിട്ടു. ജീവിതയാത്രയിൽ എന്ത്, എങ്ങനെ, എപ്രകാരമെന്ന ചോദ്യചിഹ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഉള്ളവയിൽ നീ വേദനിച്ചു. ആത്മാവ് പറയുന്നു, അതിൻ്റെ നടുവിലും അല്ലെങ്കിൽ നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വചനങ്ങളും നീ നോട്ടിൽ എഴുതി വെച്ച ചില വാക്യങ്ങളും എവിടെയോ നിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വന്നതുകൊണ്ട്
ജീവിതയാത്രയിൽ മടുത്തു പോകേണ്ടിടത്തുനിന്ന് മടുപ്പില്ലാതെ നിൽക്കാൻ ദൈവം നിനക്ക് കൃപ നൽകി. വ്യക്തിപരമായ ക്രിസ്തുവിനോടായി തീരുവാൻ, വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ, നിലനിന്ന് തുടരുവാൻ ഏൽപ്പിച്ചാൽ വീട്ടിൽ തൊടേണ്ടവരെ, ദൂരെ തൊടേണ്ടവരെ, ചാർച്ചക്കാരിൽ തൊടേണ്ടവരെ ദൈവം തൊട്ട് മാനിക്കുന്ന ഒരു സമയം. ആള് മാറും, ജീവിതം മാറും. അമ്മേ, എല്ലാവർക്കും മറുപടി ഉണ്ട്, എനിക്ക് മറുപടിയില്ല. ചില വിഷയങ്ങളിൽ നിന്നും പണ്ട് മറുപടി ഭയങ്കര വേഗത്തിൽ, ചില മറുപടികൾ ഇന്നില്ല. ഇന്ന് കഴിഞ്ഞ 6 വർഷമായിട്ട് മറുപടിയില്ല. ആ വിഷയത്തിന്മേൽ ഒരു പ്രവർത്തി ഉണ്ടാവും. ചില വിഷയങ്ങൾക്ക് പണ്ട് ഭയങ്കര മറുപടിയായിരുന്നു. 17, 16, 15 വലിയ കുഴപ്പമില്ല. കാരണം 13 ഇതിന്റെ കരച്ചിൽ. മനസ്സിലായോ? ശരിയാണോ? ആണോ? പക്ഷെ കഴിഞ്ഞ 6 വർഷമായി ചിലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു മറുപടി ചലനം കാണുന്നില്ല. ഈ വർഷം തീരുന്നതിന് മുമ്പ് ഇതിന്റെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ തമ്മിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇരുട്ടുകൾ വഴിമാറുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകും. ആത്മമണ്ഡലം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ആത്മമണ്ഡലം ഇതുവരെ കണ്ണടച്ച ഇരുട്ടല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ കാണാൻ ആഗ്രഹം അന്ന് ഇന്ന് മുതൽ കാണും. കാണുമ്പോൾ ആദ്യം സംഭവിക്കുന്നത്, താമസിക്കുന്ന സ്ഥലത്ത്, ഭവനത്തിൽ ദൈവത്തിന്റെ വെളിച്ചമടിച്ച സ്വസ്ഥത ഇന്ന് മുതൽ ഉണ്ടായിരുന്നു. സമാധാനം ഇന്ന് മുതൽ ഉണ്ടായിരുന്നു. ആരോഗ്യം ഇന്ന് മുതൽ ഉണ്ടായിരുന്നു. ആമേൻ. ചിലത് ഇന്ന് മുതൽ ആരും ഓർക്കേണ്ടി വരത്തില്ല. പുതിയത് ചെയ്തു എന്ന് ആത്മാവ് തെളിയിക്കും. ദൈവപ്രവർത്തികൾ ഉണ്ടാകും. അപ്പൊ ആ ഡിവൈൻ റെസ്റ്റിൽ നിന്നുകൊണ്ട് പത്രോസിന് അറിയാം എന്ന തലയുണ്ട്. ഇപ്പൊ പോകുന്നില്ല. കാരണം ചില വാക്തത്വങ്ങളുള്ള ബാക്കിയുണ്ട്. വാക്തത്വമുള്ളവർ ഉറപ്പിച്ചോ. ചില വാക്തത്വങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോഴെങ്ങും പോകത്തില്ല. ആ കണ്ണാടി വെച്ച് എനിക്ക് മൈക്ക് കൊണ്ടുവരാമെന്ന് അച്ഛനോട് ആത്മാ പറയുന്നു. ചില വാക്തത്വങ്ങളുടെ കൂട്ടവകാശിയായി നിന്ന് തുടരാൻ ദൈവം കണ്ടിരിക്കുന്നു. ചില വാക്തത്വങ്ങളുടെ കൂട്ടവകാശിയായി നിന്ന് തുടരാൻ ദൈവം കണ്ടിരിക്കുന്നു. അനേക വില്ലേജ് ഓഫീസർമാരെ പിടിക്കാൻ, അനേക വ്യത്യസ്ത തലത്തിൽപ്പെട്ട ചിലരെ പിടിക്കാൻ ദൈവം നിങ്ങളിൽ ഒരു നടക്കിട്ടിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കും. ഈ സാബു എന്ന് പറയുന്ന പേര് അവിടെ തൊട്ടതിന്റെ അടുത്തോട്ട് കണക്ട് ചെയ്യാം. ചില വില്ലേജ് ഓഫീസർമാരെ എല്ലാവരും അംശമുണ്ട്. ഇപ്പം ഓഫീസറാണ് റിട്ടയർ ചെയ്യുക. അവിടെ പറഞ്ഞപ്പോൾ കേട്ടോ വലിയ ദൂരമില്ല. വില്ലേജ് ഓഫീസർമാരെ അല്ലേ തൊടാൻ ഉപയോഗിക്കും. തീർന്നില്ല. മോശം ഞങ്ങൾ അംഗീകരിക്കും. യോശുവ കാലത്തിന് അംഗീകരിച്ച പാടാം. പക്ഷെ ഇന്ന് മുതൽ അംഗീകരിക്കും. സ്ഥാപിച്ച 100 പിടിയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. പിടി ഇതിനപ്പുറം ആഴത്തിലൊന്നും വചനം വെച്ച് പറയാൻ പറ്റില്ല. ഇതിനകത്ത് യോശുവയുടെ കാലങ്ങളുണ്ട്. ബാക്കിയുള്ള ഒരു രീതിക്ക് ഞങ്ങളായ നിങ്ങൾ കൂട്ടവകാശികൾ. ഹല്ലേലൂയ. സത്യത്തിൽ ഒരു അപ്പോസ്തലൻ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാം. എൻ്റെ ഒരു ചിന്ത, ഈ ദർശനം അതുപോലെ ഉൾക്കൊള്ളുന്ന 1-2 പേരുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ബ്രാഞ്ച് സ്ഥാപിക്കാവുന്ന അപ്പോസ്തലൻ ചിന്തിക്കുന്നു. പിടിക്കേണ്ട അതുപോലെ പ്രശ്നം. പാസ്റ്റർ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഞങ്ങളോട് വേറെ ആരും പറഞ്ഞില്ല. എല്ലാ സഭയിലും കൊണ്ടുവരും. പിന്നെ ശുശ്രൂഷ പാസ്റ്റർമാരും കൂടെ ആയതുകൊണ്ട് നമുക്ക് ചിരിച്ചേ പറയാൻ പറ്റും. ഓരോ സഭയെ പോലും വിശുദ്ധന്മാരെന്നാണ് വിളിച്ചത്. പിന്നെ അതിൻ്റെ 1000-1 തെറ്റ് ചെയ്യാത്ത നമ്മുടെയൊക്കെ സഭയെ പിന്നെ നമുക്ക് ചിരിച്ചല്ലേ പറയാൻ പറ്റും. എന്നൊരു ചിന്ത യോപിച്ച ടീച്ചിങ് കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് സ്കൂൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടീച്ചിങ് കൂടെ അല്ലേ? ചിന്തയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹല്ലേലൂയ.
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊത്തവണ്ണം ചിലരെ തൊടാൻ ദൈവം ഉപയോഗിക്കും. ദൈവപ്രവർത്തിക്കായി ദൈവം അനുഗ്രഹമാക്കി തീർക്കും. ആമേൻ. ഒരു തീമോത്തിയോസ് ജനറേഷൻ എഴുന്നേൽക്കുന്നതിനകം നിങ്ങളുടെ കുടുംബങ്ങളിലും ദൈവം പ്രവർത്തിക്കും. ഇന്ന് കൗരിടയൻ ഒരിക്കലും പോളിഷ് അടിക്കത്തില്ല. പോളിഷ് അടിക്കത്തില്ല. യഥാർത്ഥ ഇടയൻ ഇങ്ങനെ രോമകൂപങ്ങളിലൂടെ നോക്കും മസാജ്. പക്ഷെ രോമകൂപങ്ങളിൽ കിടക്കുന്ന കൃമികീടങ്ങളെ ഈ പുള്ളിയുടെ ഈ മസാജിങ്ങിലൂടെ പുറത്തു പോകും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ രക്തം കുടിക്കുന്ന സാധനം പുറത്തു പോകുള്ളൂ. ഒന്ന് നയിക്കാനോ വടി, അത് വചനത്തിലൂടെ. അടുത്തത് പിടിക്കാനോ വടി, അതും വചനത്തിലൂടെ. ഒന്ന് നയിക്കാൻ, ഒന്ന് പിടിക്കാൻ, നിലനിന്ന് വളരാൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അവിടെ കാണണം. ഹല്ലേലൂയ. കാണണ്ടേ? ആമേൻ. ഫൈനാൻഷ്യൽ മേഖലയിൽ ഒരു ബ്രേക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് നാളെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറും. ഒരു പ്രവൃത്തി ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? സാമ്പത്തിക മണ്ഡലത്തിൽ അത്ഭുതം സംഭവിക്കും. ദൈവവേല ചെയ്യുന്നതുകൊണ്ട് ഒരു നന്മയ്ക്ക് കുറവ് വരുന്നില്ല. സുവിശേഷകൻ ഈ പട്ടണത്തെ പിടിക്കാൻ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ചില ഏരിയകളിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു പവർ ഹബ്ബായി ഒരു മൈറ്റി അനോയിന്റിംഗ് ഇവാഞ്ചലിസ്റ്റിനെ ഉപയോഗിക്കും. അല്ലെങ്കിൽ മൈറ്റി അനോയിന്റിംഗ് ഇവാഞ്ചലിസ്റ്റായിട്ട് ഉപയോഗിക്കും. ആമേൻ. ഈ ഏരിയകളിൽ നിന്നുള്ള കുടിയിരുപ്പുകളെ ഒഴിപ്പിക്കും. ഫൈനാൻഷ്യൽ മണ്ഡലങ്ങളിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും. മലനിരക്കുകളിൽ വ്യാപരിക്കുന്ന കെട്ട് പൊട്ടും. അടിമാലിയിൽ ഒരു കെട്ടുണ്ട്. ആ കെട്ട് എവിടേക്കാന്നറിയോ? അടിവാരത്തിലും നേതൃത്വം ആ കെട്ട്. അടിമാലിയിലെ കെട്ടെന്ന് വാഴിപ്പിക്കാത്ത കെട്ട. അതിന്റെ അടിവാരത്തിലും കെട്ടുണ്ട്, മേലിലും കെട്ടുണ്ട്. ആ വ്യാപാരം വെട്ടപ്പെടും. അവിടെ വിടുതലാകുന്നതോടുകൂടി നിങ്ങളുടെ ശുശ്രൂഷയിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതോടുകൂടി ഇവിടെയും ഒരു വെളിച്ചമുണ്ടാവും. ഇവിടെയും ഒരു വെളിച്ചം. ഇതാവുമായി ബന്ധപ്പെട്ടല്ല. കുറിച്ചി ചങ്ങനാശ്ശേരി കുറിച്ചി ഭാഗത്തുനിന്ന് ഒരു വിടുതലുണ്ടാകും. അടിമാലി 3 ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ ഇരുന്നോ. ഇവിടെ അല്പത്തിൽ വിശ്വസ്തനായി സുവിശേഷ വേലയുടെ ഭാഗമായി ചില കാര്യങ്ങൾക്ക് എഴുന്നേറ്റതിന്റെ സെൻഡിങ്ങാണ് ഇപ്പോഴത്തെ അടിമാലി 3 ആണോ? ഹല്ലേലൂയ. ഇവിടെയുള്ള സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിച്ച് അമേനാമേ സത്യസുവിശേഷത്തിന് വേണ്ടി ലജ്ജ കൂടാതെ പരസ്യസാക്ഷിയായി പരസ്യയോഗക്കുൾപ്പെടെയുള്ള സാക്ഷിയായി നിൽക്കുവാൻ വിളിയുള്ളതിന്റെ അടയാളത്തിന്റെ പ്രതീകമാണ് ഇന്നത്തെ അടിമാലി. അങ്ങനാണെങ്കിൽ അടിമാലി 3 കെട്ട് പൊട്ടിപ്പോകട്ടെ. എനിക്ക് പെട്ടെന്ന് കോട്ടയം ഇവിടെ കഞ്ഞിക്കുഴിയിൽ 1:30 എത്തേണ്ടതാണ്. ഞാൻ നിങ്ങളായിരുന്നു സമയം നോക്കിയില്ല. പ്രത്യേകിച്ച് 27ാമത്തെ ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പോവാം. 2 കാര്യങ്ങൾ പെട്ടെന്ന്. അപ്പം പദ്ധതിയുള്ള സഭയുടെ മേൽ ദൈവത്തിന്റെ വാതിൽ നിങ്ങൾ പറയല്ലേ. പദ്ധതിയുള്ള പത്രോസിന്റെ കൂടെ കിടക്കുന്ന നമ്മുടെ പ്രസംഗ വിഷയത്തിൽപ്പെട്ട ആള്. പക്ഷെ പുള്ളി 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടത് സുഖമായി കിടന്നുറങ്ങി. 10 കിടന്നിട്ടും AC ഇട്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ പുള്ളി കിടന്ന് ഉറങ്ങുക. AC ഒക്കെ വേണം, നല്ല ചൂടാ. ഇത് മൊത്തം എയർ കണ്ടീഷനായി മാറും. കോപിക്കാൻ അടിക്കുന്നതിന് തൊട്ട് താഴെയെങ്കിലും നിങ്ങൾ കൈ അടിക്കുന്നത് നല്ല. എന്താണെന്നറിയോ, ഞാൻ പറയുക, ഏറ്റവും അധികം നമ്മുടെ സഭ കണ്ടാൽ അഭിഷേകത്തിലും വചന ശുശ്രൂഷയിലും അത് കഴിഞ്ഞ് ഭൗതികമായ മേഖലയിൽ നോക്കിയാലും ഒരാൾ വന്ന് കണ്ട് മറ്റേ നമ്മുടെ പല പള്ളികൾ കണ്ടിട്ടില്ലേ, അവർ കാണാൻ തന്നെ വരും പള്ളി. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് എന്നോട് കർത്താവിനോട് പറഞ്ഞു,
നീ എൻ്റെ ആലയത്തിന് വേണ്ടി സ്റ്റെപ്പ് വെച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ താമസ സ്ഥലം കൊടുക്കും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ബുദ്ധിയിലോ കഴിവുകൊണ്ടോ ഒന്നും നടക്കത്തില്ല. പക്ഷേ കർത്താവ് ഞാൻ ആലയത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കണം. ആര് കൂടെ നിൽക്കുകയാണ്? എല്ലാവരും മൊഴിയിരിക്കും ചില കാര്യം പറയുമ്പോൾ. അത് ഏതിനാണെന്നുള്ളത് ഇപ്പം സാമ്പത്തിക കാര്യമാണല്ലോ. അത് ദൈവം നിങ്ങൾ വർദ്ധിക്കട്ടെ. നിങ്ങൾ കൊടുക്കുന്നവരാ, നിങ്ങൾ അനുഗ്രഹമായി തരാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്റ്റെപ്പ് വെക്കാൻ ഏറ്റവും ഞാൻ പറയുന്ന രീതി ചെയ്യാമോ? ദൈവകൃപയ കഴിവല്ല, മടുക്കല്ല, പ്രാപ്തിയല്ല, സെൻട്രേസിയോടുകൂടിയ ചർച്ച. വീട്ടിൽ AC ഇല്ലാതിരിക്കുക, സഭ AC ആയി. വീട്ടിൽ 2 മുറി ഒരിടത്ത് സഭയ്ക്കകത്ത് 3400 സ്ക്വയർ ഫീറ്റ് ഹോളായി. തളമ്പ ചവിട്ട് അത് ഇന്റർലോക്കായി. ഇത് കഴിവോ മെടുക്കോ പ്രാപ്തിയോ പറയുമല്ല, ദൈവത്താൽ കൺസെപ്റ്റ് ഇതാ. എൻ്റെ വീടിനേക്കാൾ എൻ്റെ ആലയം വചനത്താലും അഭിഷേകത്താലും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു 17-25 മാസങ്ങൾ വേണ്ട. ഡോക്ടർ അജിത് ജോണിന്റെ ചർച്ച ALCC ചർച്ചിൽ 3 മാസം മുമ്പ് പരിശുദ്ധമ കൊണ്ടുപോയപ്പോൾ അവരെക്കുറിച്ച് ഇതുപോലെ ഒരു പ്രവചനം പറഞ്ഞു. ഡിസംബറിൽ അത് പറഞ്ഞ ചർച്ച് അടിപൊളിയായിട്ട് ഇപ്പം പണിത് ഇപ്പം ഡെഡിക്കേഷൻ നടക്കാൻ പോകും. ദൈവത്തിന് മാത്രമാണ് പറയുന്ന. ഇതിനെയല്ല പറയിക്കുന്ന ദൈവാത്മാവിൽ ഹൃദയപ്പെട്ട് തുടർന്ന് നടക്കും. ഇനിയും മണ്ടയ്ക്ക് വെള്ളം അടിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഒരു ദൈവദാസനും ദൈവത്തോട് വചനത്തോടുമുള്ള ബന്ധത്തിൽ വെളിപ്പാടുള്ള ഒരു ദൈവദാസനും തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ചോദിക്കത്തില്ല. അത് ദൈവം നടത്തും. ചോദിക്കുന്ന മുഴുവൻ സഭയ്ക്ക് വേണ്ടി. ഞാൻ ദൈവമാക്കി വെച്ച ഒരു പ്രവാചകൻ എന്ന നിലയിൽ പരിശുദ്ധമാനോട് പറയാം, ഇത്